നമുക്ക് മഹത്വപ്പെടുത്താം. കൈകളെ ഉയർത്തിക്കൊണ്ട് കൈകളെ വീശിക്കൊണ്ടൊക്കെയും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയും. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്നേൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവസന്നിധിയിലെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവമാണ്. ആമേൻ. ദൈവസ്ഥ നമ്മെ തന്നെ ഒന്നേൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവസ്ഥ കർത്താവിനെ നാമത്തെ മഹത്വപ്പെടുത്താൻ സ്വന്തം. നന്ദിയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മുടെ കരങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ വീശിക്കൊണ്ട് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പകൽക്കാലം ദൈവസന്നിധിയിൽ നാം ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്ന പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടിയാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇല്ലെങ്കിൽ ഹല്ലേലൂയ പ്രൈസ് നാം ആയിരിക്കുന്ന ഹല്ലേലൂയ അവസ്ഥകൾക്ക് മാറ്റം വരത്തില്ല. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടാകണമെന്നുള്ളതാ ഏറ്റവും അത്യാവശ്യമായ കാര്യം എന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ്. ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കുമ്പോൾ തുറന്നുള്ള നിമിഷങ്ങളിൽ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. ഒരു പാട്ടിൻ്റെ ഇരടികൾ ചേർന്ന് ദൈവസന്നിധിയിൽ പാടിക്കൊണ്ട് കർത്താവിനെ മഹത്വം കരയറ്റിയാട്ടെ. ഹല്ലേലൂയ. നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു, നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ചേർന്നെല്ലാവരും പാടിയാട്ടെ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. ശബ്ദം ഉയർത്തിക്കൊണ്ട് വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്നിതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. നിന്നിതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. വൻ തുമ്പ നേരത്തിലോ എന്നെ പിരിയുകില്ല. വൻ തുമ്പ നേരത്തിലോ എന്നെ പിരിയുകില്ല.
എന്നെ നടത്തുന്നു എന്നെന്നും കൂടുള്ളു നിൻ സ്നേഹം അഗാധമേ. എന്നെ നടത്തുന്നു എന്നെന്നും കൂടുള്ളു നിൻ സ്നേഹം അഗാധമേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്നത് കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനുമാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ അധരത്തിൽ ഹല്ലേലൂയ എൻ്റെ കർത്താവിനെ എനിക്ക് കാണണം, എൻ്റെ കർത്താവിനെ എനിക്ക് ആഴമായി ഒന്ന് രുചിച്ചറിയണമെന്ന് ഇന്ന് പകൽക്കാലം ആരെല്ലാം ആഗ്രഹിക്കുന്നുവോ ഇന്ന് പകൽക്കാലം അവരിലേക്ക് ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തെ ഹല്ലേലൂയ ആഴമായി രുചിച്ചറിയുവാൻ ഹല്ലേലൂയ ദിവസങ്ങളിൽ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ ശിമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ അവിടെ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 25 മുതൽ 38 വരെയുള്ള ചില വാക്യങ്ങൾ നമ്മൾ അവിടെ വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാ. യെരുശലേമിൽ ശിമോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ കാണുമെന്ന ഒരു അരുളപ്പാട് തന്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് കൊടുക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് ഹല്ലേലൂയ ദൈവത്തെ ഒന്ന് അനുഭവിച്ചറിയുവാൻ, ഈ ദൈവത്തെ ഒന്ന് രുചിച്ചറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും? ദൈവത്തെ അറിയുന്നവരായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം ആഴമായി ഒന്ന് രുചിച്ചറിയുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേർ കൊതിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശിമോൻ എന്ന് പറയുന്ന വ്യക്തി പറയുക ഹല്ലേലൂയ അവനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് കാണുക. പരിശുദ്ധാത്മാവിന് അവനോട് പറയുക ദൈവത്തെ ഹല്ലേലൂയ കർത്താവിനെ കാണുമെന്ന്, യേശുവിനെ കാണുമെന്ന്. ഹല്ലേലൂയ. രണ്ടാമതായി സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയ രക്ഷ എന്റെ കണ്ണു എന്ന് ശിമോൻ അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇന്ന് പകൽക്കാലം കഴിഞ്ഞ നാളുകളിൽ പരിശുദ്ധാത്മാവ് ദർശനത്തിലൂടെ വെളിപ്പാടുകളിലൂടെ നമ്മോട് അറിയിച്ച ചില സന്ദേശങ്ങളുണ്ട്. അതിന് നിവൃത്തിയാകുന്ന ചില കാലങ്ങൾ നമ്മൾ
നമ്മുടെ മുമ്പിൽ ദൂരതയിലല്ലെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ അരുളപ്പാടുകൾ നിവൃത്തിയാകുന്ന ദിവസങ്ങൾ എൻ്റെ മുമ്പിൽ കിടക്കുകയാ. ഹല്ലേലൂയ. ചിലതെല്ലാം നിവൃത്തിയാകുന്ന കണ്ണുകൾ കൊണ്ട് കാണുന്ന ഹല്ലേലൂയ ചില നാളുകൾ എൻ്റെ മുമ്പിൽ ഉണ്ടെന്ന് പറയുക. ഏതെങ്കിലും വിഷയങ്ങളെ മുമ്പിൽ ഭാരപ്പെടുമ്പോ അതിന് മുമ്പിൽ ഇറങ്ങുമ്പോ ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം എന്നെ വിളിച്ചത്, എൻ്റെ ദൈവം എന്നെ വേർതിരിച്ചത് ഹല്ലേലൂയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാണുമ്പോ തളർന്നു പോകുവാനോ ക്ഷീണിച്ചു പോകുവാനോ അല്ല. അതിന്മേൽ ഹല്ലേലൂയ എന്നോട് എൻ്റെ ഭവനത്തോട് അരുളി ചെയ്ത് ചില അരുളപ്പാടുകൾ നിവൃത്തിയാകുന്ന ഹല്ലേലൂയ കാലങ്ങൾ അടുത്തു വന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. തടസ്സങ്ങൾ മുമ്പിൽ നേരിടുമ്പോ നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരരുത് കേട്ടോ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ശിമിയോൻ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ഹല്ലേലൂയ യേശുവിനെ കാണണമെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിന്റെ ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് ഇങ്ങനെയാ. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിനെ ന്യായ പ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ട് ചെന്നപ്പോ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തുവാനിടയായിത്തീർന്നു. തന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ അരുൾപ്പാട് തന്റെ കരങ്ങളിൽ ലഭിക്കുവാനിടയായി തീർന്നപ്പോ, തന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാനിടയായി തീർന്നപ്പോ താൻ വളരെ സന്തോഷവാനാകുവാനിടയായി തീർന്നു. ദൈവത്തെ വാഴ്ത്തുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ചില അരുളപ്പാടുകൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുമെന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് വിശ്വസിപ്പാൻ കഴിയുന്നില്ല. വർഷങ്ങളും നാളുകളും നമ്മെ ഹല്ലേലൂയ കാത്തിരിക്കുമ്പോ അരുളപ്പാടുകൾ പറഞ്ഞത് ദൈവമാണെങ്കിൽ പരിശുദ്ധാത്മാവാണ് നമ്മുടെ അധരങ്ങളിൽ നൽകി തന്നതെങ്കിൽ അതിനൊരു മാറ്റവും വരത്തില്ല. അത് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശിമോൻ പറയുന്നൊരു വാക്ക് ഇങ്ങനെയാ. ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ രക്ഷാകരമായ പ്രവൃത്തി യേശു കർത്താവിലൂടെ നമുക്ക് ലഭിക്കുവാനിടയായി തീർന്നത് ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അരുളപ്പാടിന്റെ ഹല്ലേലൂയ നിവൃത്തിയെ തന്റെ കണ്ണുകൊണ്ട് തനിക്ക് കാണുവാൻ കഴിയുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ അകത്തും ഈ ഒരു കൊതി ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശുവിൻ നമ്മുടെ അകത്ത് കടന്നു വരുമ്പോൾ, യേശുവിനെ നാം കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരുളായിരുന്ന ജീവിതത്തിന് ഒരു പ്രകാശം ഹല്ലേലൂയ ലഭിക്കുവാൻ ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഈ യേശുവിന്റെ സ്നേഹം നമ്മുടെ ഹല്ലേലൂയ അകത്തേക്ക് വരുമ്പോ, യേശുവിനെ നാം ദർശിക്കുവാൻ ഇടയായിത്തീരുമ്പോ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസ്ഥകൾക്കെല്ലാം ഒരു മാറ്റം വരുവാൻ ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ശിമയോൻ പറഞ്ഞതുപോലെ അരുളപ്പാടിന്റെ നിവർത്തിക്കായി ഹല്ലേലൂയ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശിമയോനെ നാം ആ വായിക്കുന്ന വചനങ്ങളിൽ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കയ്യിലെടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ആ ശിമയോനെ നമ്മളിവിടെ കാണുന്നു. ഇന്ന് പകൽക്കാലം ചിലതെല്ലാം നമ്മുടെ കരങ്ങളിലേക്ക് ദൈവം നൽകി തരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ നാം മറന്നു പോകരുത്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം മറന്നു പോകരുത്. അനുഗ്രഹങ്ങളും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അവസ്ഥകൾക്ക് മാറ്റങ്ങളെല്ലാം വരുമ്പോ ദൈവനാമത്തിന് ഹല്ലേലൂയ മഹത്വം കരേറ്റുവാൻ നമുക്ക് കഴിയണം. കർത്താവിനെ മറന്നുകൊണ്ടുള്ള ജീവിതം നമ്മുടെ ഹല്ലേലൂയ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുകയില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ അകത്തുള്ള ആഗ്രഹം ഹല്ലേലൂയ ദൈവം ശോധന ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കാണത്തില്ലെന്നും ഹല്ലേലൂയ ഒരിക്കലും അത് നടക്കത്തില്ലെന്നും പറയുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ദൈവം ചില മറുപടികളെ നൽകി തന്ന് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുന്ന ചില ഹല്ലേലൂയ ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ മനസ്സിലാക്കണം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം കരേറ്റുവാൻ കഴിയും? ഓ ഹല്ലേലൂയ. നമ്മുടെ കരം ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം കരേറ്റിയാട്ടെ, ദൈവത്തിന് മഹത്വം കരേറ്റിയാട്ടെ. ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പ. ഇന്ന് പകൽക്കാലം സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന ഹല്ലേലൂയ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം രക്ഷകനെ കാണുവാനിടയായി തീർന്നത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിച്ച ചില അരുളപ്പാടുകളെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാനിടയായി തീരും. ഇന്ന് പകൽക്കാലം ചില മറുപടികളെ അവൻ നമ്മുടെ കരങ്ങളിൽ നൽകി തരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൾ കൊണ്ടുപോലും വിശ്വസിക്കുവാൻ കഴിയാത്തതായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വിശ്വസിച്ചാട്ടെ. എന്റെ ദൈവം എന്നോട് അരുളി ചെയ്തത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ എന്നോട് അരുളി ചെയ്തത് എന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ദിവസങ്ങൾ എന്റെ മുമ്പിലുണ്ടെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്കായിയുടെ ഭവനത്തിലേക്ക് കർത്താവ് കയറി ചെന്നിട്ട് പറയുക, ഇവനും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ ഇന്നിവന്റെ മേൽ ഈ വീടിന് രക്ഷ വന്നു
തുറന്നു ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കേട്ട ശബ്ദ ദൈവശബ്ദത്തിന് മുമ്പാകെ നമ്മുടെ ഹല്ലേലൂയ പ്രൈസ് ഹൃദയവും മധുരങ്ങളെല്ലാം തുറന്നു കൊടുത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം നന്ദിയോടെ ആയിരിക്കാം. ചില പ്രാർത്ഥനയുടെ മറുപടികളെ കർത്താവ് നമ്മുടെ ഹല്ലേലൂയ പ്രത്യക്ഷതയിലേക്ക് കൊണ്ടുവരുന്ന ചില ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെന്ന് ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയുക. ചേർന്ന് ദൈവസന്നിധിയിൽ ഒരുമിച്ച് പാട്ടിനിരടികൾ പാടി കർത്താവിനെ ആരാധിക്കുവാൻ പോകുക. ഇത് പകൽക്കാലം ചില ഭാരങ്ങളെല്ലാം മാറിപ്പോകുന്ന ചില അവസ്ഥകൾക്കെല്ലാം മാറ്റം വരുത്തുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ. പ്രൈസിനോടെ എപ്പോഴും പാടുന്ന പാട്ടാ നീങ്ങിപ്പോയ എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയ എൻ്റെ ശാപങ്ങൾ. ഇന്ന് പകൽക്കാലം കർത്താവിലൂടെ എനിക്ക് സൗഖ്യമുണ്ട്, എൻ്റെ രോഗങ്ങൾക്കൊരു വിടുതലുണ്ട്. അതുകൊണ്ട് പകൽക്കാലം ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റു, ഞാൻ ദൈവത്തിന് സ്തുതിക്കും. യേശുവിൻ്റെ നാമത്തിൽ മാത്രം വിടുതലുള്ളത്, യേശുവിൻ്റെ നാമത്തിലൂടെയാ രക്ഷയുള്ളത്, യേശുവിൻ്റെ നാമത്തിലൂടെയാ ശക്തിയുള്ളത്. ഇന്ന് പകൽക്കാലം ബലമില്ലാത്തവന് ബലമോ ശക്തിയില്ലാത്തവന് ശക്തിയോ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിലൂടെ ലഭിക്കുവാനിടയായിത്തീരും. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ രക്തം നമ്മുടെ ശുദ്ധിക്ക് വേണ്ടിയുള്ള, യേശുവിൻ്റെ രക്തം നമ്മുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള, യേശുവിൻ്റെ രക്തത്തിലൂടെ ഒരു കരുകൾ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ളതാ. എങ്ങനെയെങ്കിലും ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് ഈ പാട്ടിൻ്റെ ഈരടികൾ പാടുമ്പോൾ ദൈവിക സാന്നിധ്യം നാം രുചിച്ചറിയട്ടെ, ദൈവിക ശബ്ദം നാം കേൾക്കട്ടെ. ചേർന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാം. നീങ്ങിപ്പോയ എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയ എൻ്റെ ശാപങ്ങൾ എന്ന് അനുഗ്രഹിക്കപ്പെട്ട ഗാനം ചേർന്ന് ദൈവസന്നിധിയിൽ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നീങ്ങിപ്പോയെൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയെൻ്റെ ശാപങ്ങൾ, സൗഖ്യമായെൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയെൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയെൻ്റെ ശാപങ്ങൾ, സൗഖ്യമായെൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം ശക്തിയാ. യേശു എന്നെ വീണ്ടെടുത്തു, യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം ശക്തിയാ. യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമാൻ, യേശുവിൻ രക്തം കഴുകലാൻ. യേശു എന്നെ വീണ്ടെടുത്തു, യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമാൻ, യേശുവിൻ രക്തം കഴുകലാൻ. യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം ശക്തിയാ. യേശു എന്നെ വീണ്ടെടുത്തു, യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയാ,
യേശുവിൻ നാമശക്തിയാ യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും അധികാരമുള്ള എണ്ണമില്ല പാപ എന്നിൽ നിന്നു നീക്കാം എന്നിൽ കനിഞ്ഞ നാമ. എണ്ണമില്ല പാപ എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമ. മഞ്ഞനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്നു ഉന്നതന്റെ വന്യനാമ. മഞ്ഞനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്നു ഉന്നതന്റെ വന്യനാമ. ശ്രീയേശുനാമ അതിശയനാമ ഏഴേനിക്കുമ്പനാമ. ശ്രീയേശുനാമ അതിശയനാമ ഏഴേനിക്കുമ്പനാമ. വാനഭൂമിയെ പാതാളം ഒരു പോൽ വഴി വടംഭൂമിയെ പാതാളം ഒരു പോൽ വഴി വടങ്ങുന്നാമ. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ച നാമ. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ച നാമ. ശ്രീയേശുനാമ അതിശയനാമ ഏഴേനിക്കുമ്പനാമ. ശ്രീയേശുനാമ അതിശയനാമ ഏഴേനിക്കുമ്പനാമ. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനവാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമ അതിശയനാമ ഏഴേനിക്കുമ്പനാമ. ശ്രീയേശുനാമ അതിശയനാമ ഏഴേനിക്കുമ്പനാമ. ഭൂതബാധിതർക്ക് നാനാവ്യാധിക്കാർക്ക് മോചനം കൊടുക്കും നാമം. ഭൂതബാധിതർക്ക് നാനാവ്യാധിക്കാർക്ക് മോചനം കൊടുക്കും നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. ശ്രീയേശുനാമ അതിശയനാമ ഏഴേനിക്കുമ്പനാമ. ശ്രീയേശുനാമ അതിശയനാമ ഏഴേനിക്കുമ്പനാമ. നീതിയോടെ രാജ്യം പാരമേൽപ്പ ഭൂമിൽ വേഗം വരുന്ന നാമം. നീതിയോടെ രാജ്യം പാരമേൽപ്പ ഭൂമിൽ വേഗം വരുന്ന നാമം. നാടുവാഴികളും തന്റെ സിദ്ധരുമായി ദാവീദിൻ സിംഹാസനത്തിൽ വാഴും നാമം. നാടുവാഴികളും തന്റെ സിദ്ധരുമായി ദാവീദിൻ സിംഹാസനത്തിൽ വാഴും നാമം. ശ്രീയേശുനാമ അതിശയനാമ ഏഴേനിക്കുമ്പനാമ. ശ്രീയേശുനാമ അതിശയനാമ ഏഴേനിക്കുമ്പനാമ. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം.
എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭതമുള്ള നാമം ശ്രീയേശുനാമം അതിശയനാമം നാമം ശ്രീയേശുനാമം അതിശയനാമം സ്തോത്ര ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്ര ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം പോ ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം പോ ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇനിയും കൃപ തോന്നി കരുതിടണേ നടത്തണേ തിരുഹിതം പോ ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം പോ നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ ദൈവം നമ്മെ നിർത്തിയതാ നേടിയതല്ല ദൈവമെല്ലാം ഭാരവല്ലേ നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം പോ ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം പോ സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ സോദരങ്ങളോ അകന്നങ്ങു മാറിയപ്പോൾ സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ സോദരങ്ങളോ അകന്നങ്ങു മാറിയപ്പോൾ സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥേ സകലത്തിലും ദയം തന്നുവല്ലോ സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥേ സകലത്തിലും ജയം തന്നുവല്ലോ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ ഇനിയും കൃപ തോന്നി ഹല്ലേലൂയ ഇനിയും നടത്തണേ തിരുഹിതം പോ ഇനിയും കൃപ തോന്നി ഹല്ലേലൂയ തിരുഹിതം പോ ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം പോ ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം പോ ശബ്ദരാജന വൈഡവരാജന വൈഡവാന ശബ്ദരാജന ദൃഢവാനക ശബ്ദേരഗജന വൈഡവരാജ റീഭാവാന ശബ്ദരാജന ദൃഢവാനക ശബ്ദേരഗജന വൈഡവരാജ റീഭാവാന ശബ്ദരാജന ദൃഢവാനക ശബ്ദേരഗജന വൈഡവരാജ റീഭാവാന ശബ്ദരാജ ദൃഢവാനക ശബ്ദേരഗജന വൈഡവരാജ റീഭാവാന ശബ്ദരാജ റീഭാവാന ദൃഢവാനഗജന വൈഡവരാജ റീഭാവാന ശബ്ദേരഗജന ജൂഡവരാജ റീഭാവാന ശബ്ദരാജ വൈഡവാന റീഭാവാന ശബ്ദേരഗജന വൈഡവരാജ ദൃഢവാനഗജന ശബ്ദരാജ വൈഡവാന റീഭാവാന ശബ്ദരാജന Hallelujah, hallelujah, hallelujah. Ribhavaragajana Shabdharajana Vaidavana. Oh, Ribhavava Shabdharaja Vaidavana. Ribhava Shabdharaja Vaidavana. Ribhavaravana Shabdharajana Vaidavana. Ribhavaragajana Shabdharajana. Oh, Judavaravana Shabdharaj. Ribhavana Judavana Vaidavana. Ribhavana Shabdharaja Ribhavana. Ribhavana Ribhavana Shabdharajana Vaidavana.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമടയ്ക്കുക 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 റിഭവാനവാന ഝുഡവരവരവര ഗജനാശന്ധരെ വൈഡവാല ശന്ധരാജ റിഭവാന ഝുഡവാരക ജന വൈഡവരാജന ശന്ധരാജന റിഭവാന ശന്ധരി ഓ ഗവരവര ഝുഡവരവര വൈഡവാന ഹോരഗവാന ശന്ധരാജന വൈഡവാന ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദിയാൽ സ്തുതി പാടാം യേശുവിനെയുള്ളതാലെന്നും പാടാം നന്ദിയാൽ സ്തുതി പാടാം യേശുവിനെയുള്ളതിലെന്നും പാടാം നല്ലവൻ വല്ലഭൻ യേശു നല്ലവൻ ഇന്നും എന്നും മതിയായവൻ നല്ലവൻ വല്ലഭൻ യേശു നല്ലവൻ ഇന്നും എന്നും മതിയായവൻ നന്ദിയാൽ സ്തുതി പാടാം യേശുവിനെ ഉള്ളതാലെന്നും പാടാം ചേർന്ന് നന്ദിയാൽ സ്തുതി പാടാം യേശുവിനെ ഉള്ളതാലെന്നും പാടാം യെരിഹോ മതിലും മുമ്പിൽ വന്നാലോ യേശു നിന്റെ മുൻപിൽ പോകുന്നു യെരിഹോ മതിലും മുൻപിൽ വന്നാലോ യേശു നിന്റെ മുൻപിൽ പോകുന്നു കലങ്ങിടാതെ പതറിടാതെ സ്തുതികളാൽ പകർന്നു വീഴും കലങ്ങിടാതെ പതറിടാതെ സ്തുതികളാൽ പകർന്നു വീഴും നന്ദിയാൽ സ്തുതി പാടാം യേശുവിനെ ഉള്ളതാലെന്നും പാടാം നന്ദിയാൽ സ്തുതി പാടാം യേശുവിനെ ഉള്ളതാലെന്നും പാടാം ദേഹം ദേഹി ആത്മാവ് തളർന്നിടും വേളയിലോ ദേഹം ദേഹി ആത്മാവോ തളർന്നിടും വേളയിലോ സ്തുതിഗീതങ്ങൾ പാടിടുമ്പോൾ കർത്താവു ബലം തന്നിടും സ്തുതിഗീതങ്ങൾ പാടിടുമ്പോൾ കർത്താവു ബലം തന്നിടും നന്ദിയാൽ സ്തുതി പാടാം യേശുവിനെ ഉള്ളതിലെന്നും പാടാം ശബ്ദമുയർത്തി നന്ദിയാൽ സ്തുതി പാടാം യേശുവിനെ ഉള്ളതിലെന്നും പാടാം നല്ലവൻ വല്ലഭൻ യേശു നല്ലവൻ ഇന്നും എന്നും മതിയായവൻ നല്ലവൻ വല്ലഭൻ യേശു നല്ലവൻ ഇന്നും എന്നും മതിയായവൻ നന്ദിയാൽ സ്തുതി പാടാം യേശുവിനെ ഉള്ളതാലെന്നും പാടാം നന്ദിയാൽ സ്തുതി പാടാം യേശുവിനെ ഉള്ളതാലെന്നും പാടാം പ്രൈസ് ലോർഡ് കർത്താവേ ഇത്രത്തോളം സമയം ദൈവസന്നിധിയിൽ അങ്ങേ ആരാധിപ്പാൻ പാടി മഹത്വപ്പെടുത്തുവാൻ സ്തുതിക്കുവാൻ എല്ലാ കർത്താവ് ഞങ്ങൾ ബലം പകർന്നല്ലോ പകൽക്കാലം തുറന്നിറങ്ങുന്ന സങ്കീർത്തന ശുശ്രൂഷയും വചന ശുശ്രൂഷ എല്ലാം അനുഗ്രഹമാക്കി തീർക്കണം കുട്ടിവെത്തിയ ദൈവജനത്തെ കർത്താവ് അനുഗ്രഹിക്കണം കർത്താവ് ഞങ്ങളെ ശക്തീകരിച്ചതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ട് കർത്താവ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ആമേൻ. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ 67-ാമത്തെ സങ്കീർത്തനം നമുക്ക് വായിക്കും.
കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യാം. എല്ലാവരും എടുത്താട്ടെ 67-ാമത്തെ സങ്കീർത്തനം. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും, ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് കർത്താവിന്റെ നാമത്തെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും ആമേൻ മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കിയ നല്ല സാവകാശത്തെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മധ്യ പുതുതായിട്ട് സിൽജോയുടെ കൂടെ സഹോദരൻ കടന്നുകൊണ്ട് മുമ്പ് പോയിട്ടില്ല എന്നൊന്നും ഒന്നുണ്ടോ? ഒരു വർഷം ഒന്നുമില്ലേ? ആദ്യമായിട്ടാണ് വരുന്നത്. പേരെന്താ? അനീഷ് എന്ന് പറയുന്ന ബദനെ കർത്താവ് നമ്മുടെ കൂട്ടായ്മയിലേക്ക് കർത്താവ് കൂട്ടി വരുത്തിയല്ലോ. പ്രിയ ബദനയ്ക്ക് ഓർത്ത് നമുക്ക് പിന്നെയും ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കാം. ദൈവം ഇന്ന് പൽക്കാലം ആബേൽ ബദനെ കർത്താവ് കൂട്ടിവരുത്തുവടയായിത്തീർന്നു. ദൈവം ആമേൻ തന്നെ ശക്തീകരിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ പകരപ്പെടുമാറാകട്ടെ. ഈ ദിവസങ്ങളിലെ പല പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ആമേൻ ശക്തമായിട്ടുണ്ട്. ദൈവസന്നിധിയിൽ നമ്മൾ വിഷയങ്ങൾ വരുന്നതിനേക്കാൾ മുന്നമേ ദൈവസന്നിധിയിൽ ആമേൻ മുട്ടുമുടക്കുകയും ദൈവസന്നിധിയിൽ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായും എത്ര വലിയ വിഷയമാണ് നമ്മുടെ മുമ്പിൽ കടന്നു വന്നാലും ആ വിഷയങ്ങൾക്ക് നീക്കുപോക്ക് തരുവാൻ സർവശക്തനായ ദൈവമതിയായവനാണ്. സ്തോത്രം. താമസമെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ദൈവസഭയായിട്ടാണ് ഒരു 21 ഡേയ്സ് പ്രാർത്ഥന നമ്മൾ ക്രമീകരിക്കുന്നത്. ദൈവസഭയിൽ എല്ലാവരും 21 ദിവസം ഉപവസിക്കണമെന്ന് ഞാൻ ആരോടും ആമേൻ ആവശ്യപ്പെടുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ദിവസങ്ങൾ ഉപവസിക്കുവാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ വിൻസെന്റ് ബദനെയാണ് ഞാനത് ബർമേൽപ്പിക്കുവാൻ പറഞ്ഞത്. ഇന്ന് അതാണ് ദാസന് മറ്റു സ്ഥലത്ത് പോകുകയും അവിടെ ആരാധനയ്ക്ക് ശേഷം ഒരു ആമേൻ കാര്യത്തിന് വേണ്ടി സംബന്ധിക്കുന്നതുകൊണ്ട് അവിടെ കാലത്ത് ആരാധനയ്ക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ടേയായിത്തീർന്നു. ഇന്ന് ആമേൻ കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളോട് ആമേൻ ഞാൻ പിന്നെ ആവശ്യപ്പെടുകയാണ്, 10-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഉപവസിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കഴിഞ്ഞ സമയത്ത് പറയണയായിത്തീർന്നു. വെള്ളി, ശനി, ഞായർ ആമേൻ ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ പറയണയായിത്തീർന്നു, ഞാൻ ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നു എന്ന് പറയണയായിത്തീർന്നു. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഹോസ്റ്റിൻ്റെ കയ്യിൽ നിങ്ങൾ ആ ഡേറ്റ് ഏത് ദിവസമാണ് നിങ്ങൾക്ക് കഴിയുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നതെങ്കിൽ, മാത്രമല്ല നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ കടലാസിൽ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് ആ വിഷയം അറിയിക്കുക. ദൈവസഭയായിട്ട് ഉപവസിക്കുന്നവരായി ഞങ്ങൾ ഇവിടെ ഇരുന്ന് ആമേൻ ആ വിഷയങ്ങൾക്ക് വേണ്ടി ശക്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിത്തീരും. ഹല്ലേലൂയ. എത്ര ആമേൻ ചെറിയ പ്രശ്നമാണെങ്കിലും എത്ര വലിയ പ്രശ്നമാണെങ്കിലും അത് പരിഹരിക്കും എന്നുള്ള വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഉപവസിക്കും പ്രാർത്ഥിക്കും ചെയ്യാം. എന്നാൽ ആമേൻ എന്ന പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞാനത് ദൈവദാസനെ കോൺട്രാക്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാലിരിക്കരുത്, അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് ഞാനതിൻ്റെ മൊത്തം കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങളും അതിനോട് സഹകരിക്കുകയും ഉപവസിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്, കഴിയുന്ന പോലെ. സ്തോത്രം. ഇനി നിങ്ങളുടെ ഭവനങ്ങളിൽ ആർക്കെങ്കിലും പ്രാർത്ഥന ക്രമീകരിക്കാൻ കഴിയുന്ന ഭവനങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് നേരത്തെ ഞങ്ങളെ അറിയിക്കുന്നുവെങ്കിൽ ഈ ഉപവസിക്കുന്ന ദൈവമക്കൾക്ക് സാധിക്കുന്നവർക്ക് ആമേൻ നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ പറയുന്ന സമയത്ത് കടന്നു വന്ന് ആ പ്രാർത്ഥനകൾ ക്രമീകരിക്കുകയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ ആ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ദൈവസന്നിധിയിൽ ആമേൻ കാര്യങ്ങൾ പറയും. ഇവിടെ ആമേൻ ബേഥേൽ ചർച്ച് ഫാസ്റ്റിംഗ് പ്രയർ എന്ന് പറഞ്ഞ് ഡിസംബർ 1 മുതൽ 31 വരെയുള്ളതായ ദിവസത്തിന്റെ ഒരു ചാർട്ട് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആ ചാർട്ടിലെ ആമേൻ സ്തോത്രം പറയപ്പെടുന്നവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അതത് ദിവസങ്ങളിൽ ആമേൻ ആ ഉപവസിക്കുന്നവരുടെ പേരുകൾ പ്രാർത്ഥനാ വിഷയങ്ങൾ ആമേൻ നമ്മുടെ ബേഥേൽ ചർച്ചിന്റെ ഗ്രൂപ്പിൽ മാത്രമാണത്
ആമേൻ ഉള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പേരുകൾ ചർച്ചിൽ ഗ്രൂപ്പിൽ ഇല്ല എങ്കിൽ കൊടുക്കാം. ആമേൻ സ്തോത്രം എന്ന് പറഞ്ഞ ചർച്ചിന്റെ ഗ്രൂപ്പിൽ ആവശ്യമില്ലാത്ത ഒന്നും കയറി തീരരുത്. ആമേൻ സ്തോത്രം മെസ്സേജ് അയക്കരുത്. ചർച്ചിന്റെ വിഷയങ്ങളാണ്, അതിൻ്റെ ഉപവാസ പ്രാർത്ഥനകളാണ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ആത്മീയ വർധനത്തിന് വേണ്ടി നമ്മൾ ഗ്രൂപ്പ് ഉപയോഗിക്കുന്നത്. അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്തോ ആമേൻ സ്തോത്രം പലതും അയച്ച് ആമേൻ സ്തോത്രം പിന്നെ ഗ്രൂപ്പിൽ നിന്ന് ആമേൻ പുറത്തു പോകാനുള്ള ഇട വരരുത് എന്ന് ഞാൻ ആദ്യം പറയുകയാണ്. നിങ്ങളൊക്കെ പേര് ചേർത്ത് ഞങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷേ അതിനെല്ലാം ഒരു ചന്തമുണ്ട്, ഒരു ഉചിതമുണ്ട്, ഒരു ക്രമമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേൻ സ്തോത്രം, നിങ്ങളുടെ പ്രാർത്ഥനാവിഷയങ്ങൾ നിങ്ങൾ അതാത് ഡേറ്റുകളിൽ ആമേൻ സ്തോത്രം നിങ്ങൾ ഉപസിക്കും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നേരത്തെ പറയുന്നുവെങ്കിൽ ആ വിഷയങ്ങൾ ഷെയർ ചെയ്യുവാനായിത്തീരും. വളരെ ശക്തമായി ദൈവസ്ഥനിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ കടന്നു വരുമ്പോൾ ആമേൻ കുരിശാനിയായിത്തീർന്നു. ഈ ദേശത്ത് തൊഴിലിനോടുള്ള ബന്ധത്തിലാണ് കടന്നു വന്നത്. അവിടെ തൊഴിൽ എന്ന് പറയുന്നത് നമുക്കറിയാം. ആമേൻ ആഴക്കടലിൽ പോയിട്ട് മത്സ്യബന്ധനമാണ്. അല്ലല്ലോ ഇവര് ആമേൻ കൂന്തലാണ് പിടിക്കാൻ പോകുന്നത്. എന്നാൽ ഇവിടെയുള്ള കൊഴിഞ്ചിലുകൾ ആമേൻ സ്തോത്രം ആ കടലിൽ 50, 55, 60 കടലിൽ ആമേൻ കിലോമീറ്റർക്കും പോയി അത് സ്ഥാപിച്ചിട്ടാണ് പിന്നെ പിൽക്കാലത്ത് 7 മണി ആമേൻ 3 മണിക്കൊക്കെ എഴുന്നേറ്റ് അവിടെ പോയി സന്ധ്യ വരെ എന്ത് ചെയ്തോ ആമേൻ അവിടുത്തെ വെയും അവിടുത്തെ കാറ്റും ആമേൻ കോളും താണ്ടി ആമേൻ സ്തോത്രം അതിനെ ആമേൻ പിടിച്ച് കരയിലേക്ക് എത്തിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പോലീസ് വന്ന് തൻ്റെ വാഹനത്തിലുള്ള ആമേൻ ആ മിഷനറി വാഹനം കൊണ്ടുപോകാൻ പറ്റത്തില്ലോ. അതുകൊണ്ട് ആമേൻ ആ ഉപകരണങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടതായിത്തീർന്നു. തൻ്റെ മാത്രമല്ല 7ഓളം പേരെ ആമേൻ പിഴ ചുമത്തുവാനായിത്തീർന്നു. ആമേൻ അവർ പറയുന്നത് കടലിൽ ഇതൊന്നും കൊണ്ടുപോയി നിക്ഷേപിക്കരുതെന്നാണ്. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ഒരു കാരണമുള്ള കാര്യമൊന്നുമല്ല, ആഴക്കടലാണ്. ആമേൻ സ്തോത്രം ഒരു ആമേൻ ശല്യമില്ലാത്ത കാര്യമാണ്. എങ്കിലും ആമേൻ ചില ബുദ്ധിമുട്ടുകൾ അവരെ നേരിടുന്ന അവസ്ഥയിലേക്ക് തന്നെ മാത്രമല്ല അവിടെയുള്ള ആമേൻ അനേകർക്ക് അത് ഉണ്ടാകുകയായിത്തീർന്നു. നല്ല പിഴയൊക്കെയാണ് ഗവൺമെൻറ് ചുമത്തുന്നത്. ആമേൻ തങ്ങൾ അങ്ങനെ പറയായിരുന്നു, ഞങ്ങളത് മീൻ പിടിക്കാൻ പോകുന്നുണ്ട്, ഞങ്ങളെക്കാൾ കൂടുതൽ വരുമാനം അവിടെയുള്ള ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ കഞ്ഞി വയ്ക്കുന്നവരുണ്ട്. ആമേൻ അവിടെ വളരെ അതിദരിദ്രരായ ആളുകളുണ്ട്. ആമേൻ വളരെ ഐസ്ക്രീമിൻ്റെ കച്ചവടം ചെയ്യുന്നവരുണ്ട്, ചായ കച്ചവടം ചെയ്യുന്നവരുണ്ട്. ആമേൻ അതുപോലെ കഞ്ഞി വയ്ക്കുന്ന ആളുകൾ, ആയിക്കടക്കാരെ, ആമേൻ മത്സ്യബന്ധനത്തോട് ബന്ധപ്പെട്ട് ഒത്തിരി ആളുകൾ ലേലം ചെയ്യുന്നവരുണ്ട്. അതിലെ സഹ ആളുകളുണ്ട്. അവരൊക്കെ ഒരു ഗ്രൂപ്പ് തന്നെ ജീവിക്കുന്നത് ഇവരുടെ ഈ മീൻ മത്സ്യബന്ധന നിമിത്തമാണ്. എന്നാൽ നിങ്ങൾ പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ദൈവജനമാകും നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം അവിടെ ഈ വിടുതലുകൾ ദൈവം നൽകുവാൻ കൊണ്ടേയായിത്തീരും. ഞാൻ പറഞ്ഞത് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, മറ്റൊന്നുമല്ല. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം അതിനൊക്കെയും നീക്കുപോക്ക് നൽകുവാൻ കൊണ്ടേയായിത്തീരും. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ വരുന്ന തിങ്കളാഴ്ച നാളെ 9-ാം തീയതി ജിദ്ദ ഒരു പ്രത്യേക ആമേൻ ഓപ്പറേഷന് വിധേയപ്പെടാൻ 9-ാം തീയതിക്ക് ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. 9-ാം തീയതി അവിടെ സ്തോത്രം ചെല്ലാനും 10-ാം തീയതി ഒരു ഓപ്പറേഷനും ആമേൻ ക്രമീകരിക്കുവാൻ പെട്ടെന്ന് സ്തോത്രം വൈദ്യശാസ്ത്രം തന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആമേൻ താൻ അതിനു വേണ്ടി പോകുന്നു. ആ വിഷയത്തെ ഓർത്തുകൊണ്ട് ദൈവജനം ശക്തമായി പ്രാർത്ഥിക്കണം. ആമേൻ ഒരു കോംപ്ലിക്കേറ്റും കൂടാതെ ദൈവത്തിൻ്റെ ദൃശ്യമായ കരം തന്നെ ആമേൻ അത് ആമേൻ അങ്ങനെ ഓപ്പറേഷൻ വരുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരം അതുമേൽ ആമേൻ അനുകൂലമായി നിന്ന് വലിയ ദൈവിക വിടുതൽ അനുഭവിച്ച് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കുന്നതിന് വേണ്ടി ദൈവജനം പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് മേരി സൂര്യക്ക് കടന്നു പോയി കഴിഞ്ഞിട്ടില്ല, നടുവേദന കൊണ്ടാണെന്ന് അതാണോ? പനി സ്തോത്രം, നടുവേദന ഉണ്ടായിരുന്നു, ഇപ്പോൾ പനിയാണ്. കർത്താവ് പൂർണ്ണമായ സൗഖ്യം നടുവേദന മാറി എന്ന് പറയുന്നു. പനിയുണ്ട് പൂർണ്ണമായി. ആമേൻ വിടുതലിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഉഷാ വിൻസെൻ്റ് അവിടെ പേരക്കിടാവ് അന്ന അതോർത്ത് പ്രാർത്ഥിക്കുക. പൂർണ്ണമായി വിടുതലിലേക്ക് വന്നില്ല എങ്കിലും വലിയ ആശ്വാസം ദൈവം നൽകി കൊടുത്തിരിക്കുകയാണ്. ശക്തമായി പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. അതുപോലെ കുരിശാനി തന്നെ പറയേണ്ടതായിത്തീർന്ന ഭാര്യ സഹോദരി ചില ശാരീരികമായ പ്രയാസത്തിൽ കൊടുക്കുകയായിരുന്നു. ആമേൻ പ്രാർത്ഥിക്കണമെന്ന് പറയുകയായിത്തീർന്നു. മകൾക്ക് ദൈവദാനമായി പൈതൃകം കൊടുക്കുകയായിത്തീർന്നു. അവിടെ ആമേൻ മധ്യ തന്നെ ആമേൻ ദിവസം കടന്നു വിടുന്നവരുടെ തലമുറകളില്ലാത്തവരുണ്ട്, അവരെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കണം. വിവാഹപ്രായത്തിലാക്കുന്ന ആളുകളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആമേൻ ബിസിനസ് പരമായിട്ട് ആമേൻ മുന്നേറുവാൻ കഴിയാതെ ബിസിനസ്സൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തില്ല, ഒരു ബിസിനസ്സും ചെയ്താൽ വിജയിക്കാത്ത അവസ്ഥയിലെ പലരും ആയിരിക്കുന്നത് അല്ലേ. ചെയ്യുന്ന ബിസിനസിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം ഉണ്ടാകണം അല്ലേ. തൊഴിൽ ചെയ്യാൻ പോകുന്നവർക്ക് ആയുസ് ആരോഗ്യം ഉണ്ടാകണം. ശാരീരികമായ ക്ഷീണങ്ങൾ, പ്രയാസങ്ങൾ, ഭാരങ്ങൾ ആമേൻ മാറുവടയായി തീരണം. വിധമായ വിഷയങ്ങൾ അല്ലേ. ആമേൻ സ്തോത്രം. വിവാഹപ്രായത്തിലായിരിക്കുന്ന ആമേൻ സഹോദരന്മാരുണ്ട്, ദൈവം അവർക്ക് തക്കതായ തുണയെ നൽകണം. അനാഥമാരുണ്ട്, വിധവമാരുണ്ട്, അവിടെ സങ്കടത്തിൽ ദൈവം ന്യായം നടത്തി കൊടുക്കണം. ഹല്ലേലൂയ. ദൈവജനമാകും നമ്മൾ ഒരുമിച്ച്
ആമേൻ ശക്തമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആമേൻ രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ ദൈവയുടെ ആയിത്തീരും. കടഭാരമുള്ളവരുണ്ട്, ദൈവം അവരുടെ കടഭാരങ്ങളെ മാറ്റട്ടെ. യുക്തികൾ നടപടികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ദൈവം അത് ആമേൻ നീക്കുപോക്ക് നൽകട്ടെ. സ്ഥലമില്ലാതെ പ്രാർത്ഥിച്ച ആമേൻ പലർക്കും ദൈവം സ്ഥലം കൊടുക്കുവാൻ ആയിത്തീർന്നു. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ഇനി ഭവനമില്ലാത്തവരുണ്ടെങ്കിൽ ആമേൻ ദൈവം അവിടെ ഭവനങ്ങളെ ക്രമീകരിച്ചു കൊടുക്കട്ടെ. സർവശക്തനായ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവം വായിക്കുന്നുണ്ട്, ഞാൻ സകലയിടത്തിൻ്റെയും ദൈവമാണ്, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ. ദൈവജനമേ, ആമേൻ സ്തോത്രം. ദൈവസഭയായി നാം നാളുകളിൽ ഈ 2024 പ്രാപിക്കുവാൻ ദൈവസ്ഥലം നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടി തയ്യാറാകണം. ദിവസം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇങ്ങനെയാണ് വായിക്കുന്നത്. കൊരിന്ത്യർ വായിക്കുമ്പോൾ 12-ാം അധ്യായത്തിലെ ആമേൻ സ്തോത്രം എന്താ വായിക്കുന്നറിയോ? അതില് ആമേൻ വായിക്കുന്നൊരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 12-ാം അധ്യായത്തിന്റെ ആമേൻ 4-ാമത്തെ വാക്യം, എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. കർത്താവ് ഒരുവൻ, വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്. എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. ദൈവം ഒരുവൻ തന്നെ. എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ. ആ ദൈവം ദൈവജനമാകുന്ന നമ്മുടെ ഒക്കെ ജീവിതത്തിലെ ആമേൻ കൃപകളും കൃപാവരങ്ങളും പകർന്നു തരാൻ ദൈവം മതിയായവനാണ്, അല്ലേ? കൊരിന്ത്യ ദൈവസഭയെ കുറിച്ച് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത ദൈവസഭ എന്നാണ് നമ്മൾ വായിക്കുന്നത്, അല്ലേ? ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയിലെ ആമേൻ ദൈവത്തിന് ചില നന്മ പ്രാപിക്കുക മാത്രമല്ല, ചില ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഉള്ള ഉത്സാഹത്തോടെ ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. പകൽ വന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരു ജോലി ഉണ്ടെങ്കിൽ വൈകിയ സമയത്ത് വന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇവിടെ എപ്പോഴും ആമേൻ ദൈവസന്നിധിയിലെ ആമേൻ പായ അല്ലെങ്കിൽ കസാല ഇട്ടിട്ടുണ്ട്. ആമേൻ സ്തോത്രം. ഞങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്ത് വന്ന് പ്രാർത്ഥിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ആമേൻ പ്രാർത്ഥനയുടെ ആമേൻ ഒരു സമയക്രമീകരണം പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് എപ്പോഴാണ് അവസരം, എപ്പോഴാണ് സന്ദർഭം, എപ്പോഴാണ് സാഹചര്യം ലഭിക്കുന്നത്? 1 മണിക്കൂറുള്ളെങ്കിൽ 2 മണിക്കൂർ ലഭിക്കുന്നുവെങ്കിൽ, അല്ലേ? ആമേൻ ഒരു ദിവസമായി ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനോട് എന്ത് ചെയ്യാം? ആമേൻ പൂർണ്ണമായി സഹകരിക്കുകയായിത്തീരും. കാരണം മറ്റു സഭകളെ പോലെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആമേൻ ഇങ്ങനെ പോയാൽ മതി. പക്ഷെ അതിലുപരിയായി എൻ്റെ സഭ അനുഗ്രഹം പ്രാപിക്കണം, എൻ്റെ സഭ ആമേൻ ആമേൻ ആത്മീകത്തിലും ഭൗതികത്തിലും അനുഗ്രഹിക്കപ്പെടണം, മാത്രമല്ല ഞങ്ങളും അനുഗ്രഹിക്കപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെല്ലാം അതിനോട് സഹകരിക്കാൻ തയ്യാറാകണം. ജോലിയുള്ളവർക്ക് എത്രയോ ആമേൻ ജോലി ആമേൻ പറഞ്ഞ് ഗ്യാപ്പുണ്ടാക്കി ആമേൻ എന്തുണ്ട് സമയം കണ്ടെത്തുന്നുണ്ട്, ഇല്ലേ? സ്തോത്രം. നമ്മുടെയൊക്കെ ആവശ്യം വന്നാൽ ആമേൻ നമുക്ക് ലീവ് എടുക്കാൻ ഒരു മടിയില്ല, അല്ലേ? അവൻ ഒരു പ്രയാസമില്ല. നമ്മുടെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകാൻ എത്രയോ സമയങ്ങൾ നമ്മൾ എന്ത് ചെയ്തു കണ്ടെത്തുന്നു. ദൈവമക്കളെ, ദേശത്തിന്റെ വിടലിന് വേണ്ടി, ആത്മാക്കളുടെ വിടലിന് വേണ്ടി, ദൈവജനത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ശക്തമായ ദിവസത്തില് മധ്യസ്ഥം ചെയ്യുവാൻ എത്ര പേര് നാളുകളില് ദൗത്യത്തോടെ മുൻപോട്ട് പോകുവാൻ സമർപ്പിക്കപ്പെടുവാടയായിത്തീരും. ദൈവസ്ഥാനിൽ നാം പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മുടെ മേൽ കൃപ പകരുവാടയായിത്തീരും. ഇനി ആമേൻ തിങ്കൾ മുതൽ ശനി വരെ ജോലിയുള്ളവർക്ക് ഞായറാഴ്ചയാണെങ്കിൽ ഞായറാഴ്ചത്തെ ദിവസം പ്രാർത്ഥനയോ ദൈവസ്ഥാനിലെ ആമേൻ ആയിരിക്കുവാൻ നമുക്ക് കഴിയത്തില്ലേ? സ്തോത്രം. ഞാൻ ഈ പറയുന്നില്ല 24 മണിക്കൂർ ഉപവസിക്കാൻ കഴിയാത്തവരുണ്ടായിരിക്കാം. ആമേൻ വൈകിട്ട് 6 മണി വരെ കഴിയുന്നുവെങ്കിൽ 6 മണി വരെ ഇരിക്കാം. അല്ല, ഈ 21 ദിവസക്കാലം ആമേൻ 2 മണി വരെ ഇരിക്കാൻ കഴിയുന്നവർക്ക് 2 മണി വരെ ഇരിക്കാം, ഉപവസിക്കാം. ഞാൻ ഇത്ര സമയം ഉപവസിക്കണമെന്ന് ആമേൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ നമ്മൾ ലംഘിക്കില്ല. സ്തോത്രം. കാരണം ഇത് നിവേദനം എന്ന് പറഞ്ഞ് തട്ടപ്പെട്ട് നേരുകയും നേർന്ന ശേഷം നിരൂപിക്കുന്നതും മനുഷ്യൻ എന്തായിത്തീരും? കെണിയാണെന്ന് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് നമ്മൾ തന്നെ നമുക്ക് എന്തായിത്തീരരുത്? ഒരു കെണിയായി തീരരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവജനം ശക്തമായി പ്രാർത്ഥിച്ച് മുന്നേറുക. ഒരു കൃപാവർത്തനം കുറവില്ലാത്ത ദൈവസഭയായി തീരാൻ ദൈവജനം പ്രാർത്ഥിക്കണം. ആ കൃപ ആരുടെ മേലൊക്കെ ദൈവം പകരപ്പെടുന്നതെങ്കിൽ
ദൈവത്തിന് പകരപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം അത് പകരപ്പെടുവാനായിത്തീരും. ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്തോത്രം. എനിക്ക് ഒരു പണിയില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യത്തില്ല, ആമൻ സഹകരിക്കില്ല എന്ന് പറയരുത്. കാരണം ആമൻ സ്തോത്രം പറ്റാവുന്ന പോലെ ചെയ്താൽ മതി. എനിക്കും പ്രഷറൊക്കെ ഉണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രഷറൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്തു, ഉപവസിക്കാതിരിക്കുന്നില്ല. ആമേൻ. ദിവസങ്ങളോളമായി ദൈവത്തിന് ഉപവാസ. പ്രഷറൊക്കെ നോക്കിയപ്പോൾ നോർമലായി. എന്നറിയോ, ആമേൻ ഫാസ്റ്റിങ്ങിൽ നോർമൽ ആകുമെന്ന് ആമേൻ മനസ്സിലാക്കിയിടയായിത്തീർന്നു. വളരെ പ്രഷറുള്ള വ്യക്തിയാണ്. അതുകൊണ്ടല്ല നിങ്ങളോട് ഇടപെടുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ പ്രഷറോടെ സംസാരിക്കുന്നത്. സ്വതം അല്ലല്ലോ. അപ്പോൾ ഞാൻ അല്പം പ്രഷർ കാണുമ്പോൾ എനിക്കറിയാം. അപ്പോൾ ഞാൻ വിചാരിക്കും ആമേൻ ഗുളിക കഴിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന്. മനസ്സിലായോ? സ്തോത്രം. അപ്പോൾ നമ്മുടെ ഷുഗറും നമ്മുടെ പ്രഷറും പറഞ്ഞേ എല്ലാം നോർമലാകാൻ കഴിയുന്നത് ഫാസ്റ്റിങ്ങിലൂടെ. എന്ന് വെച്ചിട്ട് നിങ്ങൾ മുഴുവൻ ഫാസ്റ്റിംഗ് എടുക്കുന്നില്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്ഥിതിക്കനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ദൈവസ്ഥനെ ഏൽപ്പിക്കാൻ തയ്യാറാകണം. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ ഒരു വാക്യമാണ് ചിന്തിക്കുന്നത്. ആമേൻ 7-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കും. അല്ലേ? ദൈവം നമ്മെ 6-ാം വാക്യത്തിൻ്റെ ആമേൻ സെക്കൻഡ് പാർട്ട് പറയുന്നുണ്ട്. ദൈവം നമ്മുടെ ദൈവം പിന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മുടെ ദൈവം, നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മിലാണ്ട് പിന്നെ ദൈവം ആരെ അനുഗ്രഹിക്കുക? അല്ലേ? സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചത് ആണോ? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലെ വേദപുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ആമേൻ. ഒന്നെടുത്ത് വായിച്ചു നോക്കിക്കേ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വേദവാക്യം. സ്വർഗ്ഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ സ്വർഗത്തിലെ ദൈവം സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ ഒരു ആത്മീയ അനുഗ്രഹം എന്റെ മേൽ വെളിപ്പെടണം. ആമേൻ. സ്തോത്രം. ഒരു ആത്മീയ അനുഗ്രഹം എന്റെ ഭവനത്തിന് മേൽ വെളിപ്പെടണം. അല്ലേ? സ്തോത്രം. ഇത് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നയോ പൊതുവെ പറയുന്നതാണ് എല്ലാവരും. കാറായി വീടായി പ്രഷറായി ഷുഗറായി എന്ന് പറഞ്ഞിരിക്കുക. അല്ലേ? സ്തോത്രം. കാറായി വീടായി പ്രഷറായി ഷുഗറായി എന്ന് പറയാനല്ല ദൈവം ആഗ്രഹിക്കുന്നേ. പറഞ്ഞേ എന്താ ആഗ്രഹിക്കുന്നേ? സ്വർഗ്ഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ ദൈവം നമ്മെ എന്ത് ചെയ്യാം? ദൈവം നമ്മെ അനുഗ്രഹിക്കോ? ദൈവം അനുഗ്രഹിച്ച അനേക ഭക്തന്മാരെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ച അനേക വിശുദ്ധന്മാരെ. ഒരു വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്തോ ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് വായിക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം അതിന്റെ 26-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വേദവാക്യം ഒന്നെടുത്ത് വായിച്ചാൽ. അവൻ തന്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. കേട്ടോ, വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മൾ ഉടനീളം മനസ്സിലാക്കേണ്ട ഒരു വലിയ ആത്മീയ മർമ്മം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുൻപാകെ അവിടെ വായിക്കുന്നതാണ് യഹോവയ്ക്ക് പ്രസാദമായ അമസ്യാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അപ്പോ അമസ്യാവ് തന്റെ അപ്പനാണ്. വേദപുസ്തകത്തിൽ നമ്മൾ കാണുമ്പോൾ ആമേൻ പുസ്തകത്തിൽ നമുക്ക് ഓരോ അധ്യായം വായിക്കുമ്പോൾ അമസ്യാവിനെ കുറിച്ച് വായിക്കുമ്പോൾ അമസ്യാവ്, അത് കഴിഞ്ഞാൽ യോദോം, അത് കഴിഞ്ഞാൽ ആഹാസ്, അത് കഴിഞ്ഞാൽ യെഹെസ്കേലാവ്. ഇങ്ങനെ വേദപുസ്തകത്തിൽ എന്തുണ്ട്? ക്രമത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാനത് ഇപ്പൊ എന്റെ പ്രസംഗ വിഷയമായി ഞങ്ങൾക്കല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആമേൻ ഓരോ പാർട്ടായിട്ട് വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഭാഗങ്ങളുണ്ട്. ആ വേദഭാഗങ്ങളൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ആമേൻ നമുക്ക് വളരെ സ്പഷ്ടമായി വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും കഴിയും. അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും എത്ര വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെയും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഒരു കാര്യം പോലും വിട്ടുകളയാതെ വളരെ സ്തോത്രം അടുക്കുചിട്ടയോടെ വേദപുസ്തകത്തിൽ ഇങ്ങനെ തലമുറയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ലേ? ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പാകെ വായിക്കുകയാണ്. ആമേൻ. യഹൂദ രാജാക്കന്മാരെ കുറിച്ച് വായിക്കുമ്പോൾ 1 ദിനവൃത്താന്തം 31-ന്റെ 10 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ വായിക്കുന്നു. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം വേദപുസ്തകത്തിലെ. ശലോമോന്റെ മകൻ രഹബിയാം, അവന്റെ മകൻ അബിയാവ്, അവന്റെ മകൻ ആസ, അവന്റെ മകൻ യഹോശാഫത്ത്, അവന്റെ മകൻ യഹോരാം, അവന്റെ മകൻ അഹസ്യാവ്, അവന്റെ മകൻ യോവാശ്, അവന്റെ മകൻ അമസ്യാവ്,
അവന്റെ മകൻ അസരിയാവ്, അവന്റെ മകൻ യോദോം, അവന്റെ മകൻ ആഗാസ്, അവന്റെ മകൻ ഹിസ്കിയാവ്, അവന്റെ മകൻ മനശ്ശ. അങ്ങനെ അവൻ എന്തുണ്ട്, ആ തലമുറയായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. അപ്പൊ അതിലൊരു വ്യക്തിയാണ് ഇവിടെ വായിക്കുന്നത്, ഉസ്സിയാവിനെ കുറിച്ച് വായിക്കുന്നത്. അവനെ കുറിച്ച് വായിക്കുന്നത് അവൻ തന്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. രണ്ട് നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഒന്ന്, ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്യാൻ കഴിയും. ആമേൻ. അല്ലേ? അപ്പോൾ തന്നെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളതും നമുക്ക് ചെയ്യാൻ കഴിയും. മനസ്സിലായോ? എന്താണ്? യഹോവയ്ക്ക് അനിഷ്ടമായുള്ളതും ചെയ്യാം, യഹോവയ്ക്ക് പ്രസാദമായുള്ളതും ചെയ്യാം. രണ്ട് കാര്യം മനസ്സിലാക്കണം. അല്ലേ? ആമേൻ. സ്തോത്രം. വേദപുസ്തകത്തിലേക്ക് കാണുവാൻ കഴിയുന്ന പ്രമാണത്തിലെ നമുക്ക് അറിയുന്ന വാക്യമാണ് പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ. അനുഗ്രഹം എന്ന് പറയുന്നത് 1000 തലമുറയിലേക്കാണ് വരുന്നത്. അല്ലേ? പുറപ്പാട് പുസ്തകം വായിക്കുന്നത് എത്ര? 1000 തലമുറ. അല്ലേ? സംശയമുണ്ടോ? ഇല്ല. ആമേൻ. സ്തോത്രം. അത് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്യുന്ന തലമുറയിലേക്കാണ്, 1000 തലമുറയിലേക്കാണ് വരുന്നത്. എന്നാൽ അല്ലാത്ത തലമുറ വേദപുസ്തകം പഠിക്കുമ്പോ 3 4 തലമുറ എന്നാ പറയുന്നേ. അല്ലേ? കാരണം 5ാമത് ആ തലമുറയിൽ തന്നെ ഒരു മനുഷ്യൻ ഇല്ലാത്തത് കൊണ്ടാ 3 4 തലമുറ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത്. മനസ്സിലായ? യഹോവയ്ക്ക് പ്രസാദമായി ചെയ്താൽ 1000 തലമുറയിലേക്ക് വരുമ്പോൾ, യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്താൽ 3 4 തലമുറ കൊണ്ട് അവിടെ സ്റ്റോപ്പ് ആകുക. അല്ലേ? ഇവിടെ വായിക്കുന്നത് അവൻ എൻ്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളൂ ചെയ്തു. അല്ലേ? വല്ല ഗുണമുണ്ടായി? അതുകൊണ്ട് ഒന്ന് വായിച്ചേ, അടുത്ത വാക്യം. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന ചിന്തിപ്പിക്കുന്നത്, ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖര്യാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. ഓ, എനിക്ക് ഏറ്റവും സന്തോഷകരമായത് സെഖര്യാവ് എന്ന് പറയുന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു, ഒരു അഭിഷക്തനായ ദൈവദാസൻ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ആ സെഖര്യാവിന്റെ കാലഘട്ടത്തില് നമ്മളോട് വായിക്കുന്നത് ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന. അല്ലേ? അപ്പൊ ഈ ഉപദേശം എന്തിനാ കൊടുത്തത്? പറഞ്ഞേ, ദൈവഭയം ഉണ്ടാകാനുള്ള ഉപദേശം. ഇന്ന് പലർക്കും എന്തില്ല, ഈ ദൈവഭയത്തിലുള്ള ഉപദേശം ലഭിക്കാത്തതാണ് എന്ത് ചെയ്തത്, അവിടെ ജീവിതത്തിൽ വരുന്ന പരാജയം എന്ന് പറയുന്നത്. അല്ലേ? പറയുന്ന വാക്യമുണ്ട്, അടിസ്ഥാനം അറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? വായിച്ചിട്ടില്ലേ? ഉണ്ടോ? സങ്കീർത്തനം 11 വായിക്കുന്നേ എന്താണ്? അടിസ്ഥാനം മറിഞ്ഞു പോയ നീതിമാൻ എന്ത് ചെയ്യും? ഒരാൾ ചോദിച്ചു പറഞ്ഞു, എന്തും ചെയ്യുന്നു. എന്താണ്? അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? നീതിമാൻ എന്ത് ചെയ്യും? ഒരു ചോദ്യം, എന്ത് ചെയ്യും? അല്ലേ? ഒരാൾ മറുപടി പറഞ്ഞു, എന്തും ചെയ്യുന്നു. ശരിയല്ലേ? എന്തും ചെയ്യും. ഇന്ന് എന്തും ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? അടിസ്ഥാനമില്ല. അല്ലേ? നമ്മള് ആമേൻ ഇന്ന് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാല്, അല്ലേ, അല്ലെങ്കിൽ ആമേൻ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അടിസ്ഥാനം മറിഞ്ഞു പോയവർ എന്തും വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുക. എന്താ വിളിച്ചു പറയണെന്ന് ഒരു ബോധ്യവുമില്ല. അല്ലേ? വചനത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് ആമേൻ ദൂരതയിലേക്ക് പോയി അവരെന്ത് ചെയ്യാ? എന്ത് വിളിച്ചു പറയാ? അത് ഏറ്റെടുത്ത് പറഞ്ഞ് ഷെയർ ചെയ്യാൻ കുറെ ആൾക്കാരും. അല്ലേ? സ്തോത്രം. തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് ചെയ്യണം. കാരണം ഇനി മേലാൽ അവരെന്ത് ചെയ്യരുത്, ആവശ്യമില്ലാത്തത് വിളിച്ചു പറയരുത്. അല്ലേ? തോന്നിയാസം മുഴുവൻ ദിവസത്തിൽ നിന്നുള്ള ദിപ്പുൾപ്പറ്റി എന്നതിൽ എന്ത് ചെയ്യുക? വിളിച്ചു പറഞ്ഞു ഒരു ഇളി ആമീൻ. അല്ലേ? ഒരു ചിരിയും ചിരിച്ചേ. അല്ലേ? സ്തോത്രം. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ഒരുവൻ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. പുള്ളി പറയാണ്, ഞങ്ങളുടെ അസോസിയേറ്റ് പാസ്റ്റർമാരുടെ ഭാര്യമാര് ആമേൻ സ്തോത്രം ആമേൻ സകല തോന്നിയാസത്തിന് പോയി ആമേൻ മുമ്പോട്ട് പോയാലും ഞങ്ങളുടെ സഭ വളരുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. എത്ര ബോഷത്താ വിളിച്ചു പറഞ്ഞത്. അല്ലേ?
തോന്നിയാസത്തെ പോയി വിളിച്ചു പറയല്ല, പറയാ എൻ്റെ സഭ വളരുന്നുണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ മോശമായ ആമേൻ അല്ലേ? അതൊക്കെ ഒരു പുൾപിറ്റിൽ നിന്ന് പറയാൻ പറ്റിയതാണോ? ഇപ്പോൾ എല്ലാ അസോസിയേറ്റ് ഭാര്യമാരും ചിന്തിക്കുക, ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെ പരസ്യമായിട്ട് ഞങ്ങളുടെ പാസ്റ്റ് പറഞ്ഞല്ലോ എന്ന് അല്ലേ? ഒരാൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ടാവുക, പക്ഷേ കൊക്കിന് വെച്ചത് കോഴിക്ക് കൊണ്ടു അല്ലേ? സ്വരം ഞാൻ പറഞ്ഞ കാര്യം വളരെ മോശമാണ്. ആമേൻ. വിളിച്ചു പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കേൾപ്പാൻ വേഗതയും പറവാൻ താമസമുള്ളവരായിരിക്കട്ടെ എന്ന വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിഷയത്തിലേക്ക് വരട്ടെ. ദൈവഭയത്തിൽ അവന് ഉപദേശിച്ചു വന്ന പറഞ്ഞേ വായിച്ചേ, ദൈവഭയത്തിൽ അവൻ ഉപദേശിച്ചു വന്ന സെഖര്യാവിന്റെ ആയുഷ്കാലത്ത് ഉപദേശം കൊടുക്കുവാൻ ഒരു സെഖര്യാവ് ഉണ്ടായിരുന്നു. അവന്റെ ആയുഷ്കാലമൊക്കെയും അവൻ ദൈവത്തെ അന്വേഷിച്ചു. കണ്ടോ? അപ്പൊ ഉപദേശത്തിന് എന്തുണ്ട്? വലിയ പ്രാധാന്യമുണ്ട് അല്ലേ? ആരെ ചോദിച്ചോ? ആരോ ഉപദേശിച്ചു? പുള്ളിയൊരു മറുപടി പറഞ്ഞു, ഉപായത്താൽ ദേശം ചുറ്റുന്നവൻ ആരോ അവനാ ഉപദേശിച്ചു. അതാണോ ശരി? ഉപായത്താൽ ദേശം ചുറ്റുന്നവൻ ആരോ അവൻ ഉപദേശി. അതാണോ ഉപദേശി? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അല്ലേ? അപ്പൊ ദൈവഭയത്തിൽ ഉപദേശിച്ചു വന്നപ്പോ എന്താ സംഭവിച്ചത്? വായിച്ചേ. ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തൊക്കെയും ദൈവം അവൻ അഭിവൃദ്ധി നൽകി. ദൈവം അവൻ അഭിവൃദ്ധി നൽകി. അപ്പോ ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തിനെ ഉപേക്ഷിക്കാത്ത ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ ആ വ്യക്തിത്വത്തെ ദൈവം എന്നെയും അവനെ അന്വേഷിച്ച കാലഘട്ടത്തിലൊക്കെയും ദൈവം അവനെ അഭിവൃദ്ധി നൽകി. അഭിവൃദ്ധി നൽകി. അപ്പൊ ദൈവത്തെ അന്വേഷിച്ചാൽ അഭിവൃദ്ധി ഉണ്ടോ? ഉണ്ട്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് വളരെ സിമ്പിളാണ്. ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ആദിയിൽ നമ്മൾ ആരെ ദൈവത്തെ കണ്ടിരുന്നു. ആദിയിൽ മുന്നേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും അല്ലേ? നമ്മൾ ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 15-ാമത്തെ വേദവാക്യം നാം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, ഫറവോൻ യോസേഫിനോട് ഒരു സ്വപ്നം കണ്ടു. ഞാനൊരു സ്വപ്നം കണ്ടു, അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല. എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. കേട്ടിരിക്കുന്നു. വളരെ ആമേൻ അർത്ഥവത്തായി പറയുകയാണ്. ഒരു സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം എന്തുണ്ട്? വ്യാഖ്യാനിക്കുമെന്ന് നിന്നെ കുറിച്ച് എന്ത് ചെയ്തോ? നമ്മളൊക്കെ ചുമ്മാ ഓരോന്ന് കണ്ടിട്ട് വിളിച്ചു പറയാം, അത് കണ്ടു ഇത് കണ്ടു അല്ലേ? സ്വതന്ത്രം അല്ലേ? ആമേൻ. അങ്ങനെ വിളിച്ചു പറഞ്ഞ് വ്യാഖ്യാനിക്കാനുള്ളതല്ല വേദപുസ്തകത്തിലുള്ള പലതും അല്ലേ? അത് കണ്ടു, പിന്നെ ഇത് കണ്ടു. സ്വതന്ത്രം. ചുമ്മാ ദൈവത്തിൽ ഞാൻ പറയട്ടെ, ആമേൻ, ഇത്തരം ബോഷ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അല്ലേ? കണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യക്തതയോടെ അത് വെളിപ്പെട്ട് വരുകയായിത്തീരും. സ്വരം ചുമ്മാ അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറയുന്നത് ദൈവമക്കളെ അത് പാടില്ല. ആമേൻ. സ്തോത്രം. ആമേൻ. അത് ദൈവത്തിന്റെ വ്യവസ്ഥയല്ല. ആമേൻ. നമ്മള് അതിന്റെ 40-ാം അധ്യായത്തിന്റെ സ്തോത്രം 12-ാമത്തെ വാക്യത്തില് വായിക്കുന്നുണ്ട്, യോസേഫ് അവനോട് പറഞ്ഞത് അതിന്റെ അർത്ഥം ഇതാകുന്നു. സ്വപ്നമുണ്ട്, അതിന്റെ വ്യാഖ്യാനമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു അർത്ഥമുണ്ട്, അത് ഇതാകുന്നു എന്നാ വ്യക്തതയോടെയാ പറയുന്നത്. സ്തോത്രം. ഇത് ചുമ്മാ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ അല്ലേ? സ്തോത്രം. അങ്ങനൊന്നും പറഞ്ഞ് കൃപാവരമാണെന്ന് പറഞ്ഞ് നീ ജ്വലിപ്പിക്കരുത്. കാരണം സ്വപ്നം ഇതാകുന്നു, ദർശനം ഇതാകുന്നു, ആമേൻ, വ്യാഖ്യാനം ഇതാകുന്നു എന്ന് വ്യക്തതയോടെ. സ്തോത്രം. കാരണം ഇന്ന് ജനം മൊത്തം വഴിതെറ്റി പോകുന്നത് ഹല്ലേലൂയ. ആമേൻ. പലതും കണ്ട് ആമേൻ. സ്തോത്രം. അത് വിളിച്ചു പറഞ്ഞ് ആമേൻ ഇല്ലാത്ത പേടിയും കയറി
ഇല്ലാത്ത സ്തോത്രം അസ്വസ്ഥത ഉണ്ടാക്കി ആമേൻ ആളുകൾ ദൈവകൃപയിൽ നിന്ന് തന്നെ പോകുന്ന അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ സ്തോത്രം വളരെ വ്യക്തമായി കർത്താവിനോട് ചോദിക്കണം, കർത്താവേ ഞാൻ ഇത് കണ്ടതിൻ്റെ അർത്ഥം എന്താ, ഞാനിത് കണ്ടതിൻ്റെ പൊരുൾ എന്താ? അല്ലേ പറയുന്നില്ലേ, ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ ഇതെങ്ങനെ? അപ്പൊ പൊരുളുണ്ട്, അർത്ഥമുണ്ട്, വ്യാഖ്യാനമുണ്ട്. നമ്മൾ തന്നെ ദൈവസ്ഥാനത്തില് ജാഗരിക്കാൻ തയ്യാറാകണം. അപ്പൊ ദൈവം അതെന്ത് ചെയ്യും? ഒന്നും കൂടി എൻ്റെ ആഴത്തിലേക്ക് ദൈവം കാണിച്ചു തരും. കാരണം ചിലത് ദേഹത്തിലൂടെ വെളിപ്പെടും, ചിലത് ദേഹിയിലൂടെ വെളിപ്പെടും, ചിലത് ആത്മാവിൽ വെളിപ്പെടും. അല്ലേ? എല്ലാം ആത്മാവിലാണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ചിലത് എന്ത് ചെയ്യത്തില്ല, ആത്മാവിലല്ലെങ്കിൽ നമുക്ക് തന്നെ ദോഷം ചെയ്യാൻ സംഭവിക്കേണ്ടതായിത്തീരും. നാം നിമിത്തം മറ്റൊരാൾക്ക് അത് ദോഷമായി തീരടയായിത്തീരും. ദൈവമക്കളെ, നമ്മൾ വളരെ പ്രാർത്ഥനയോടെ തന്നെ മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ആമേൻ. ദൈവം നമുക്ക് ദർശനവും സ്വപ്നവും വ്യാഖ്യാനവും തരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഒന്ന് വായിച്ചേ, 2 ദിനവൃത്താന്തം 15-ാം അധ്യായം 2-ാമത്തെ വേദവാക്യം ഓടിച്ചു വായിച്ചാട്ടെ. സ്വതം അവൻ ആസിയെ എതിരേറ്റ് അവനോട് പറഞ്ഞതെന്നാൽ ആസായുമല്ല യഹൂദ്യരും ബെന്യാമീനുമായുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം കണ്ടോ ആ വാസത്തിനെ, നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. കണ്ടോ, നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം കാലം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ, അവനോട് കൂടെ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഞാൻ പറയട്ടെ, യേശുവിനോട് കൂടെ ഒരു 21 നാളെന്ന് ദൈവസന്നിധി തീരുമാനിക്കുക. നമ്മുടെ എത്ര തിരക്കുള്ള കാര്യങ്ങളാണെങ്കിലും ഒന്ന് മാറ്റിവെച്ച് സമയമെടുത്ത് ദൈവസന്നിധിക്കാൻ നമ്മൾ തയ്യാറാകണം. ദൈവം പറഞ്ഞെന്താണ്? നിങ്ങൾ യഹോവയോട് കൂടി ഇരിക്കുന്നിടത്തോളം കാലം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. സംശയമൊന്നുമില്ലല്ലോ. അടുത്ത വാക്യം, അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. വേദപുസ്തകം പറയാണ്, അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ എന്ത് ചെയ്യും? കണ്ടെത്തും. ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. അവനെ അന്വേഷിച്ചാൽ നിങ്ങൾ അവനെ കണ്ടെത്തുമെന്നും നിങ്ങൾ അവനെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ ഉപേക്ഷിക്കുന്ന വേദപുസ്തകം പറയുന്നേ അല്ലേ? അപ്പൊ അന്വേഷിക്കേണ്ട ഒരു തലമുറയായി തീരാനാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അല്ലേ? നമ്മൾ 2 ദിനവൃത്താന്തം 24-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലെ എടുത്തു പറയുന്ന വാക്യം ഇങ്ങനെയാണ്. 2 ദിനവൃത്താന്തം 24:2 യഹോവയാ പുരോഹിതന്റെ ആയുഷ്കാലത്തൊക്കെയും യോവാശ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. പ്രസാദമായുള്ളത് ചെയ്തു. അവൻ യഹോവയ്ക്ക് എന്താ ചെയ്തത്? പ്രസാദമായുള്ള ചെയ്തു. ദൈവക്കളായ നമ്മളെ കുറിച്ചും ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവമായ യഹോവയ്ക്ക് എന്ത് ചെയ്യണമെന്നാണ്? പ്രസാദമായുള്ളത് ചെയ്യണം. പ്രസാദമായുള്ളത്, അല്ലേ? ദാനിയേൽ പുസ്തകം വായിക്കുമ്പോൾ 1-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വേദവാക്യത്തിലെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും, ഈ നമ്പർ 1 2 3 4 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് ആരായിരുന്നു? വിവേകിയായിരുന്നു. 4 ബാലന്മാർക്കും ദൈവം കൊടുത്തത് സകല വിദ്യയും ജ്ഞാനത്തിലും നിപുണതയും സാമർത്ഥ്യവും കൊടുത്തു. ചുമ്മാ കിട്ടിയതാണെന്നാ ചിന്തിച്ചേ. ചിലരിക്കുന്നത് ചുമ്മാ അങ്ങനെ കിട്ടിയതാണോ? സ്തോത്രം. എങ്ങനെ കിട്ടിയതാ? അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ദാനിയേലിന്റെ പുസ്തകം ഓടിച്ചു വായിച്ചാട്ടെ.
ദാനിയേൽ 1:12 എന്താ വായിക്കുന്നത്? അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ചു നോക്കിയാലും. കണ്ടോ, നമ്മൾ 21 ദിവസമാണ്. ഒന്ന് പറയാം, എന്താ പറയേണ്ടത്? എങ്ങനെ പറഞ്ഞേ, കൈവച്ചിട്ട് എന്നെ ഒരു 21 ദിവസം ഒന്ന് പരീക്ഷിച്ച്. ആരും കൈവയ്ക്കുന്നില്ല. സ്തോത്രം. അല്ലേ, കുറച്ച് മനക്കുള്ള പണിയാണേ, അല്ലേ അല്ലേ? ഭക്ഷണമൊക്കെ പഠിച്ചിരിക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ പറയുകയാണ് ദാനിയേല് ഒരു 10 ദിവസം എന്ത് ചെയ്തു? പരീക്ഷിച്ചു നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. കുടിക്കാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. ചായ പോലും വേണ്ട, കട്ടൻ കാപ്പി പോലും വേണ്ട, പാലും ഒഴിവാക്കി, കട്ടഞ്ഞിന് ഒഴിവാക്കി, അല്ലേ, ഗ്രീൻ ടീ ഒഴിവാക്കി. അവർ പറയാണ് ഞങ്ങൾക്ക് എന്ത് തന്നോട്ടെ? മിനറൽ വാട്ടർ തന്നോട്ടെ. കൂട്ടത്തില് എന്ത് തന്നോട്ടെ? ശാഖപദാർത്ഥവും. ശാഖപദാർത്ഥം ഇതാണ് ഞാൻ അറിയോ, പരിപ്പ്, ചീര, അങ്ങനത്തെ, അല്ലേ? ചിന്നോട് പറയുന്നത് ഞാൻ ചോറൊക്കെ ഒഴിവാക്കി, ഇറച്ചിയൊക്കെ ഒഴിവാക്കി, മീനൊക്കെ ഒഴിവാക്കി, ഇങ്ങനെയൊക്കെ ഒഴിവാക്കിയവരാ ദാനിയേലും തൻ്റെ കൂടുതൽ 4 പേരും, അല്ലേ? അവരൊക്കെ ഒഴിവാക്കിയപ്പോൾ അവർ പ്രാപിച്ചത് ചിലത് പ്രാപിക്കാതെയായി തീർന്നു. നമ്മൾ ഒഴിവാക്കിയതേ ഉള്ളൂ, പ്രാപിക്കാൻ പലതും പ്രാപിക്കുന്നില്ല, അല്ലേ? നമ്മൾ പലതും ഒഴിവാക്കുമ്പോൾ പ്രാപിക്കേണ്ട പലതും പ്രാപിക്കുന്നില്ല. പക്ഷെ അവർ എന്ത് ചെയ്തു? ശാഖപദാർത്ഥവും പച്ചവെള്ളം കുടിച്ചു. 10 ദിവസം പരീക്ഷിക്കാനിടയായി തീർന്നു. വായിച്ചേ, വായിക്കേ. അതിന്റെ ശേഷം പരീക്ഷിച്ചു നോക്കിയാലും അതിന്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തുനോക്കുക. രാജഭോജനം കഴിക്കുന്ന ഇറച്ചി, മീനും, വീഞ്ഞും എല്ലാം കഴിച്ച് പറഞ്ഞേ ആമേൻ ജീവിക്കുന്നവരുടെ മുഖവും 10 ദിവസം ശാഖപദാർത്ഥം പച്ചവെള്ളം കുടിച്ചുകൊണ്ട് മുഖം തമ്മിലൊന്ന് ഒത്തുനോക്കാൻ പറഞ്ഞു, അല്ലേ? സ്തോത്രം. ചിലർ പറയുന്നത് ചെയ്തോ എന്തോ ക്ഷീണം അവരിൽ വെളിപ്പെട്ടു, അല്ലേ അല്ലേ? സ്തോത്രം. അപ്പോ അങ്ങനെയല്ല അവർ പറയുന്നത്, ഞങ്ങളൊന്ന് ഒത്തു നോക്കട്ടെ, പരീക്ഷ നോക്കട്ടെ. വായിച്ചേ. പിന്നെ കാണുന്നത് പോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ട് ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ടു. 10 ദിവസം അവരെ പരീക്ഷിച്ചു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. എന്ന സാധനമുണ്ടല്ലോ, അത് തേച്ചിട്ടാണോ അവിടെ മുഖത്ത് എന്ത് ചെയ്തത്, അല്ലേ? സ്തോത്രം. അല്ലെങ്കിൽ കുറെ മുഖത്തൊക്കെ വെച്ച് തേക്കുന്നത്, അല്ലേ? സ്തോത്രം. എന്നിട്ടാണോ മുഖം തേജസ്, അല്ലേ? അങ്ങനെയല്ല വായിക്കുന്നത്. എന്താ വായിക്കുന്നേ? സകല ബാലന്മാരുടേതിലും ബാലന്മാരെക്കാളും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. 10 ദിവസം പച്ചവെള്ളവും ശാഖപദാർത്ഥം കഴിച്ചിട്ട് മാംസപുഷ്ടിക്ക് വല്ല കുഴപ്പമില്ല. ഇത്രയും ഉപവാസത്തിന് ഒരു കുറവുമില്ലല്ലോ, അല്ലേ? സ്തോത്രം. ഒരു കുറവും വരത്തില്ല, അല്ലേ? അങ്ങനെ കുറവ് വരില്ല. ചിലക്കാണ്ട് വിശ്വാസമല്ലേ അയാൾക്ക്, അല്ലേ? സ്തോത്രം, അല്ലേ? സ്തോത്രം. ഒരു കുറവും വരത്തില്ല. നിന്റെ വയറ് കുറയത്തില്ല, നിന്റെ ശരീരത്തിന് പുഷ്ടി കുറയത്തില്ല. പക്ഷെ നിന്റെ മുഖത്തൊരു മുഖ തേജസ് വർദ്ധിക്കാതെയായിത്തീരും, അല്ലേ? കാശ് കൊടുത്ത് തേച്ച് സമയം കളയണ്ട, അല്ലേ? അത് തേച്ച് ഇരുന്ന് ആരാണിക്ക് വരുമ്പോൾ നേരം മുഴുകണ്ട. കാരണം നീ ദിവസം ഉപവസിക്കും, പ്രാർത്ഥിച്ച് നോക്കിക്കേ. സ്തോത്രം. പറഞ്ഞേ, ഡ്രസ്സും മാറിയിട്ട് പോരാ, ഇല്ലേ? സ്തോത്രം, ഇല്ലേ? പ്രൈസല്ലോ. പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ ശാഖപദാർത്ഥം പച്ചവെള്ളം കുഴിച്ച വല്ല പ്രശ്നമുണ്ടോ? പറഞ്ഞേ ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാകാൻ പറ്റില്ല. ഉണ്ടാകുന്നത് എന്താ? മുഖത്തൊരു മുഖതേജസ് എന്തിയും വർദ്ധിക്കാണ്ടെയായിത്തീരും. വേദവസം പറഞ്ഞ കാര്യമല്ലേ? വേദവസം പറഞ്ഞ കാര്യമല്ലേ? മാത്രമല്ല, ദൈവത്തെ അന്വേഷിച്ച കാലത്തൊക്കെയും ദൈവം എന്തും തരാൻ മതിയായവനാണ്. നന്മയും അനുഗ്രഹവും സമൃദ്ധിയും തരാൻ ദൈവം ആരാണ്? മതിയായവൻ. ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഒരു വാക്യം വായിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം കൂടി ചേർത്ത് വായിച്ചേ. ദാനിയേൽ 2:19.
അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞത്. അപ്പൊ ഈ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മുടെ ദൈവം. ആമേൻ. സ്തോത്രം. അല്ലേ? ഇത് മറ്റുള്ളവരുടെ വിഷയമാണ് നമ്മൾ ആമേൻ പലപ്പോഴും കാണുന്നത്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, മറ്റുള്ളവരെ കുറിച്ച് കാണണം, നീ നിന്നെ കുറിച്ച് വല്ലതും കാണാറുണ്ടോ? അവരൊന്നും കാണത്തില്ല. എല്ലാവരും മറ്റുള്ളവരെ കുറിച്ച് മാത്രമേ കാണത്തുള്ളൂ. അല്ലേ? വേദവസം പഠിപ്പിക്കുന്നത് മറ്റുള്ളവന്റെ കണ്ണിലെ പറഞ്ഞേ കരട് നോക്കുന്ന നീ, നിന്റെ കണ്ണിൽ എന്തുണ്ട്? ഒരു വലിയ കോലിരിക്കുക. വലിയ കോല് ഇരിക്കുമ്പോ നമ്മൾ പോയിട്ട് പറയാ, നിക്ക് നിക്ക് നിക്ക്, അവൻ കണ്ണിൽ കരടുണ്ടെന്നാ പറയുന്നത്. അല്ലേ? സ്തോത്രം. അപ്പൊ കരടാണോ വലുത്, കോലാണോ വലുത്? ഇവിടുത്തെ കാര്യം അല്ലാട്ടാ ഞാൻ പറഞ്ഞത്. വേദത്തിൽ അങ്ങനത്തെ വാക്യമുണ്ടെന്നാ പറഞ്ഞത്. ചിലത് സ്തോത്രം എന്നെയാണോ പാസ്റ്റർ പ്രസംഗിച്ച് എന്നല്ലാട്ടോ, തെറ്റിദ്ധരിക്കരുത്. നിങ്ങളൊക്കെ നല്ലവരാണ്. ആണ് സ്തോത്രം. നിങ്ങളെ കുറിച്ച് ഒന്നുമല്ല പറഞ്ഞത്, വേദപുസ്തകത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലേ? അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ആത്മീയമായി മുന്നേറണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് ദൈവം നമ്മെ, ദൈവസഭയെ ദൈവം നയിക്കട്ടെ. ഒരു വർഷം നമ്മെ കഴിഞ്ഞുപോയി. അല്ലേ? ഒരു വർഷം. അല്ലേ? ആണ്ടിൻ്റെ ആരംഭം മുതൽ ആണ്ടിൻ്റെ അവസാനം വരെ എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അല്ലേ? സോദരം, നമ്മൾ ആരും ചിന്തിക്കാത്ത പലതും ആമൻ ഈ വർഷം സംഭവിച്ചു കാണാം. പക്ഷേ ഈ വർഷത്തിൻ്റെ അവസാനം എത്തി നിൽക്കുന്ന ഈ മാസത്തിൻ്റെ അവസാന നാളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ഒരു വലിയ ഒരുക്കത്തോടെ, ഒരു ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, ആരാധനയോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ തരട്ടെ. നമ്മൾ വായിച്ച വാക്യത്തിൽ പറയുന്നല്ലോ, ദൈവം നമ്മെ അനുഗ്രഹിക്കും. അല്ലേ? ദൈവം നമ്മെ, നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കും. നമ്മുടെ ബിസിനസ്സിനെ ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ ആരോഗ്യത്തെ ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നമ്മൾ നാവ് കൊണ്ട് പറയണം. ജീവനും മരണം എവിടെ ഇരിക്കുന്നു? നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അതിന് ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയണം, പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം എന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹം അനുഭവിപ്പാനാ ദൈവം നമ്മെ വിളിച്ചത്. അല്ലേ? ദൈവം നമ്മെ വിളിച്ചത്. ആ ബോധത്തോടെ മുന്നേറാം. വിദ്യാഭ്യാസം ദൈവം അനുഗ്രഹിക്കും, ഭാവി ദൈവം അനുഗ്രഹിക്കും, ജോലിയിൽ ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും ദൈവം അനുഗ്രഹത്തിന്റെ വഴികൾ തുറന്ന്, വാതിലുകൾ തുറന്ന് വിശാലതയിലേക്ക് നടത്തും. അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നാട്ടെ. ആമേൻ. ഒരു പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയായിത്തീരും. ഒരു പ്രിയ സഹോദരൻ പുതുതായിട്ട് നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുണ്ട്. മുമ്പോട്ട് വന്ന് സാക്ഷ്യം പറയാം. നിങ്ങൾക്ക് സാക്ഷ്യം പറയാനുള്ള അവകാശമുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ കണ്ടുമുട്ടിയെ കുറിച്ച് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യം വല്ലതും പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലായെങ്കിൽ നിങ്ങളുടെ പേരൊന്ന് ദൈവസ്ഥയിൽ എഴുന്നേറ്റ് അവൻ പറയണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥന എന്നെ വഹിക്കണമേ, പ്രാർത്ഥിക്കണമേ എന്ന് പറയാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ നിശ്ചയമായും ആമേൻ, അല്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നാട്ടെ ഒരു പാട്ട് പാടി മഹത്വപ്പെടുത്തി. ഈ സമയത്ത് നമുക്ക് സ്തോത്രം പാടുക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങൾ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങൾ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല,
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ഭാരം പ്രയാസങ്ങൾ വന്നിടിലോ, തെല്ലും കൊലങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലോ, തെല്ലും കൊലങ്ങുകയില്ല ഇനി. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശു എൻ കൂടെ ഉള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശു എൻ കൂടെ ഉള്ളതാ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശു എൻ കൂടെ ഉള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശു എൻ കൂടെ ഉള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങൾ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങൾ എന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശു എൻ കൂടെ ഉള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശു എൻ കൂടെ ഉള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശു എൻ കൂടെ ഉള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശു കൂടെ ഉള്ളതാ. ഒരു വാക്ക് ദൈവസനിൽ സാക്ഷീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പുള്ളി കടന്നു പോകുന്നവർക്കൊക്കെ സാക്ഷീകരിക്കാൻ സമയമുണ്ട്. ദൈവസനിലെ ചുരുക്കമാക്കുകൾ സാക്ഷീകരിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ എവരെയും സഹായിക്കും. മുമ്പോട്ട് വന്ന് സാക്ഷീകരിക്കാം. സ്തോത്രം. ഒരു വാക്ക് സാക്ഷ്യം പറയണ്ടോ? പറഞ്ഞാട്ടെ. ഒരു വാക്ക് സാക്ഷ്യം പറഞ്ഞാട്ടെ. ആയിക്കോട്ടെ. പേര് പറഞ്ഞാട്ടെ, പ്രാർത്ഥനാക്ഷ്യം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് അനീഷാണ്. ഞാൻ വിഴുന്നതായിരുന്നു. ട്രോൺഡ്രോണ് എൻ്റെ സ്ഥലം. സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 4 മാസത്തിന് മുൻപേ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. 2ാമത്തെ അറ്റാക്ക് കഴിഞ്ഞിട്ട് 3ാമത്തെ അറ്റാക്കിലോട്ട് പോകുന്ന സമയമായിരുന്നേ. അപ്പം അന്ന് ചേച്ചി അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഡോക്ടറിനെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു അമ്മേനെ കിട്ടത്തില്ല, അത് എല്ലാവരുടെ അടുത്തും വീട്ടിലുള്ള എല്ലാവരുടെ അടുത്തും വെച്ച് പറഞ്ഞോ. അപ്പോൾ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മേനെ കിട്ടില്ല, നീ എല്ലാവരെയും വീട്ടിൽ വിളിച്ച് അറിയിക്കുക എന്ന് പറഞ്ഞ്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഞാൻ അങ്ങ് തളർന്നെന്ന് പറയുമ്പോൾ എന്നെക്കൊണ്ട് തിരിച്ച് സംസാരിക്കാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. കണ്ണീര് മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ തമിഴ്നാട്ടിലൊരു എൻ്റെ ഒരു അനിയനെ വിളിച്ചിട്ട് പറഞ്ഞ്, അവൻ സഭയിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഡോക്ടർ പറഞ്ഞ് അമ്മേനെ കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം കരഞ്ഞ് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ് അതില്ല ചേട്ടാ, കുഴപ്പമില്ല, നിങ്ങൾ പോ, അമ്മയ്ക്കൊന്നും ആവത്തില്ല. ഡോക്ടർ ഇന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിൽ നാളെ അതേ ഡോക്ടർ തന്നെ വന്ന് നിൻ്റെ അടുത്ത് പറയും എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ അന്ന് നൈറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് പിറ്റേ ദിവസം ഡോക്ടർ വരാൻ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഡോക്ടർ തന്നെ എൻ്റെ അടുത്ത് പറയുന്നു അമ്മേനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തന്നെ അത് കേട്ടപ്പം അത്ഭുതമായി. അതേ ആ ഡോക്ടർ തന്നെ അന്ന് നൈറ്റ് പറഞ്ഞ് പിറ്റേ ദിവസം പറഞ്ഞ്
അത് അമ്മയെ കിട്ടില്ല, വീട്ടിൽ വിളിച്ച് എല്ലാവരുടെ അടുത്തും അറിയിക്കാൻ വേണ്ടിയിട്ട്. ആ ഡോക്ടർ പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ദൈവത്തിൻ്റെ അടുത്ത് അത്രയും ഭയങ്കര ഒരു വിശ്വാസമായി. ആമേൻ. അത് എന്നെ കൊണ്ട് അത്രയും എന്ത് പറയാൻ. സ്തോത്രം. പ്രിയ അനീഷ് പറഞ്ഞ് മനസ്സിലായോ? മാതാവിൻ്റെ അവസ്ഥ ഡോക്ടർ പറഞ്ഞതിൻ്റെ അടുത്ത ദിവസം തന്നെ ആമേൻ പ്രാർത്ഥിച്ചു കാണുന്ന ദൈവത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ആമേൻ ഒരു ഓപ്പറേഷൻ കൂടാതെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുവാൻ ദൈവടയാക്കി തീർത്തു. എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു ആമേൻ വിശ്വാസത്തിലേക്ക് സ്റ്റെപ്പ് വയ്ക്കുന്ന ഒരു പടി കൂടി ആത്മീയമായി മുന്നേറുവാൻ മുഖാന്തരമായി തീർന്നു. എല്ലാ ദൈവമക്കളും ഈ അന്വേഷണം ഓർത്തൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. വിശുദ്ധ കാര്യങ്ങളൊന്നും നീട്ടി പ്രാർത്ഥിച്ചാട്ടെ. മാതാവിൻ്റെ പേരെന്താ? മെറ്റിൽഡ. മെറ്റിൽഡ. എല്ലാവരും അമ്മേ കൈ നിരിയാലും ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും നിത്യനും പരിശുദ്ധനുമായി ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല വാഴ്ത്തപ്പെട്ട പിതാവേ, പ്രിയാനീഷിൻ്റെ വായിലൂടെ കർത്താവ് കേൾപ്പിച്ച നല്ല സാക്ഷ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ മാതാവിനെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുന്ന, സേവിക്കുന്ന, ആരാധിക്കുന്ന ആമേൻ തലമുറയായ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ ഇവിടെയാക്കട്ടെ. പൂർണ്ണ സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ തൻ്റെ തൊഴിൽ മേഖലയിലും നന്മകളും അനുഗ്രഹവും പകർന്ന് നല്ല യൗവനക്കാരനായി കർത്താവിൻ്റെ നാമത്തിൽ ഉയർത്തുന്ന മകനായി പ്രിയ മകനെയും കർത്താവ് ആമേൻ കാണുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. പിതാവിനെയും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ മകനെ ഞങ്ങൾ ഒരുമിച്ച് സഭയായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഓക്കെ, ഓർത്ത് പ്രാർത്ഥിക്കുക. അനീഷിൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. இது உபவாச பிரார்த்தனை இருக்கிறதுனால அடியனுக்கு ஒரு சாட்சி சொல்லணும்னு பறஞ்சு. என்ன சாட்சினா, வேதத்தில் இருந்தான் இயேசு கிறிஸ்துவோட சாட்சி. அது என்ன சாட்சினா, இப்போ நம்ம பார்த்தோம் ஆதியா புஸ்தகத்தில், உல்பத்தி புஸ்தகத்தில் சாத்ராக், மேசாக், ஆபேத்நேகோ, தானியேல் உபவாசம் இருந்தாங்க. தேவனுடைய மகிமையை கண்டாங்க உபவாசத்தின் மூலமாட்டி. ஆனால் உபவாசம் அதாவது ஃபாஸ்டிங் இருக்க சொன்ன தேவன் அவர் இந்த காரியத்தை பண்ணியிருக்காரான்னு பார்த்தா, அதாவது தேவனே உபவாசம் இருந்திருக்காரு. அவர் மாம்சத்தில் வந்த நாட்களில் உபவாசம் இருந்திருக்காரு. இதில் சொல்ல வேண்டிய விஷயம் என்னன்னா, உல்பத்தி புஸ்தகம் அதனுடைய 3வது அதிகாரம் 6வது வசனம். உல்பத்தி 3:6 வசனத்தை ஒரு ஆள் வாசிங்க. உல்பத்தி 3:6. இல்லை, இன்னைக்கு நான் பார்த்தேன் அந்த செய்தி, அந்த மெசேஜ் நான் பார்த்துருந்தேன். 2 வசனத்தையும் பார்த்துருந்தேன். വൃക്ഷഫലം തിന്നുവാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിന് കൊടുത്തു, അവനും തിന്നു. அதாவது முதல் மனுஷனுடைய பாவம் செயல்படுது. ஏவாள் அந்த விருட்சத்தை பார்க்கும்போது அந்த விருட்சம் புசிப்புக்கு நல்லதும் பார்வைக்கும் இன்பமாயிருந்தது. அது புத்தியை தெளிவிக்கிறதுமாக 3 காரியம் இருக்கும் அதுக்குள்ளாடி. அந்த வசனத்துள்ளாடி 3 காரியம் பாவத்திற்கு விழ வாய்ப்பா அமைஞ்சது. 3 செயல் நடக்கும் அங்கே. ஒன்று மாம்சத்தின் இச்சை, புசிப்புக்கு நல்லது, மாம்சத்துக்கு நல்லது. அதுக்கப்புறம் 2வது ஒரு காரியம் கண்ணின் இச்சை, பார்வைக்கு இன்பமாக இருந்தது. அதுக்கப்புறம் 3வது காரியம் அது ஜீவனத்தின் பெருமை, தனக்குள்ள ஒரு பெருமையை கொண்டு வந்தது. அதனால தானும் புசிச்சுதான், அதாவது ஏவாளும் புசிச்சுதான் அது தன் கணவனுக்கும் கொடுத்து முதல் சந்ததிகளுடைய பாவம் செயல்படுது. ஆதாம் ஏவாளுக்குள்ளாடி பாவம் செயல்படுது. 2ஆம் மனுஷன் நம்ம ஆண்டவராகிய இயேசு கிறிஸ்து வானத்தில் இருந்து இறங்கி வந்த கர்த்தர் சொல்லிட்டு வேதம் கூறுகிறது. வானத்தில் இறங்கி வந்த கர்த்தர் 2வது மனுஷன், அதான் இயேசு கிறிஸ்து. நம்ம மத்தேயு சுவிசேஷம் அதனுடைய 4வது அதிகாரத்தில் பார்க்கும்போது ஆண்டவராகிய இயேசு 40 திவசம் ஃபாஸ்டிங் இருக்காரு. ஃபாஸ்டிங் முடிஞ்ச வேளையில் பிசாசான வருகிறான் சோதிக்க வரும்போது முதலாவது பிசாசு சொல்லுகிற காரியம் என்னதுன்னா, வாசிங்க. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് அப்பமாய் தீருவான் கல்பிக்க. முதல் விஷயம் நம்ம ஆண்டவராகிய இயேசு கிறிஸ்துக்கு தேவனே அந்த
அதாவது சத்துருடைய சோதனை ஜெயிக்கிறார். எப்படி ஏவாள் முதல் சந்ததி தோற்று போச்சோ, தேவன் மறுபடியாக வந்து சத்துருடைய ஜெயிக்கிற ஒரு காரியத்தை நம்ம பார்க்கலாம். முதல் இது கல் அப்பமாய் மாற்றி சாப்பிடு, புசிப்புக்கு நல்லது. அந்த சோதனை ஆண்டவராக இயேசு ஜெயிச்சார், அதை வெற்றி சிறக்கிறார். ரெண்டாவது ஒரு சோதனை வரும். அது தேவாலயத்து உப்பருகின் மேலே போய், இந்த ராஜ்யம் முழுவதும் உனக்கு தாரேன், கண்ணி நிச்ச, இந்த ராஜ்யம் முழுவதும் உனக்கு தாரேன், நீ என்னை சாச்சாங்கமா விழுந்துகோ, ராஜ்யம் முழுவதும். மூன்றாவது ஒரு காரியம் நடக்கும், நீ என்ன தாள விழிச்சு பணங்கு, അതായത് വീണെന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവൻ മാത്രമേ ആരാധിക്കാവൂ. இந்த மூணு விஷயம், அதாவது ஏவாளுக்கு ஏற்பட்ட இந்த மூணு விஷயமும் நம்ம ஆண்டவராக இயேசு கிறிஸ்துவுக்கு வரும், கடந்து வந்திருக்கும். ரெண்டாம் மாதம் வானத்தில் இறங்கி வந்த கர்த்தர் இந்த சோதனையை ஜெயிச்சிருக்குவார். ஃபாஸ்டிங் மூலமாட்டி இந்த மூணு காரியம் தான் நமக்குள்ளாடி இருக்குது. நம்ம மாம்சத்தின் இச்சை, கண்ணின் இச்சை, ஜீவனத்து பெருமை, இந்த மூன்றையும் தேவமா விழுங்கும் போது நமக்குள்ளாடி கிருபாவரங்கள் செயல்படும், அது பரிபூர்ணமா செயல்படும். இந்த மூன்றுக்கு தான் போராட்டம் இருக்கும், மாம்சத்திற்கும் ஆவிக்கும் போராட்டம். என்னைக்கு நம்ம மாம்சத்தின் கிரியைகளை மேற்கொண்டு ஜெயிக்கும் போது, மாம்சத்தின் இச்சை, கண்கள் இச்சை, ஜீவனத்தின் பெருமை, இது மூலமா தான் தேவன் அந்த விஷயத்தை போராடி ஜெயிச்சாரு. அவர் சர்வவல்லமையான தேவன், அவர் நமக்கு ஒரு வழியை காட்டுறாரு. எதுக்கு அவர் ஆண்டவராக இருக்கிறவர், எதுக்கு ஃபாஸ்டிங் இருக்கணும், எதுக்கு பிரேயர் பண்ணணும், எதுக்கு பிதாவே அவர் ஜெபம் பண்ணணும்? இல்ல, அவர் மாம்சத்துல இருக்காரு. மாம்சத்துல ஒரு மனுஷன் என்ன செய்யணும், எதெல்லாம் செய்யணும்னு சொல்லி அவர் மாதிரியை நமக்கு வச்சுட்டு போனாரு. மாம்சத்துல வந்து தேவனாக இயேசு கிறிஸ்துவே மாதிரியை வச்சுட்டு போனாரு. அவர் ரெண்டாம் மாதம் அவர் வானத்தில் இறங்கி வந்த கர்த்தராகிய யெகோவா நித்திய கண்மலையா இருக்கிறார். அந்த கண்மலை கிறிஸ்துவே. அப்போஸ்தலனாகிய பவுல் சொல்றாரு, இங்க 2 பேரும் இல்ல, 3 பேரும் இல்ல, தேவன் ஒருவரே. ஆண்டவராகிய இயேசு கிறிஸ்து மெய்யான தேவன், நித்திய ஜீவனாக இருக்கிறார். வசனத்தை வெளிச்சத்துல ஆண்டவராகிய இயேசு கிறிஸ்து கொண்டு வரணும். நாட்கள் சமீபமாக இருக்கி, சோதனை ஜெயிப்போம். 21 நாள் ஃபாஸ்டிங் இருக்கி, நிச்சயமா ஜெயம் தருவாரு, சபைக்கு நல்ல ஆசீர்வாதத்தை கட்டளிடுவார். ஆண்டவராகிய இயேசு கிறிஸ்து നാമം മഹിമപ്പെടുവാൻ. ആമേൻ. മനസ്സിലായല്ലോ, ജനമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ മൂന്നിനെ അതിജീവിക്കുന്ന നാളുകളായ ദൈവം ആമേൻ നമ്മളെ ഒരുക്കിയെടുക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഹലോ, കഴിഞ്ഞ ആഴ്ച വ്യാഴാഴ്ച മിഷൻ ജൂബിലി ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകാനിടയായി. ഡോക്ടറെ കണ്ടു. 9-ാം തീയതി അഡ്മിറ്റായി, 10-ാം തീയതി ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര പെട്ടെന്ന് തന്നെ എന്താ ഡോക്ടറെ ചോദിച്ചപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട ടൈം ഒരുപാട് അധികരിച്ചിട്ടുണ്ട്, ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ മോൻ ചോദിച്ചു, ഇത് ചെയ്തുകൊണ്ട് വല്ല കുഴപ്പമുണ്ടാവുമോ അമ്മയ്ക്ക്, എന്തത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് യൂട്രസും മൂത്രസഞ്ചിയുമായിട്ട് ഒട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് വരുമ്പോൾ മൂത്രസഞ്ചിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല, അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ഉണ്ട്, കുഴപ്പമില്ല, ഞാനത് നോക്കിക്കോളാം എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും അത് കർത്താവിൻ്റെ വാക്കുകളായിട്ടാണ് എൻ്റെ ചെവിയിൽ പതിഞ്ഞിരിക്കുന്നത്. ഞാൻ നോക്കിക്കോളാമെന്ന് പൂർണ്ണമായി കർത്താവിന് ഞാൻ സമർപ്പിച്ചിട്ട് ഈ 9-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വേണ്ടിയിട്ടുണ്ടായിരിക്കണം, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുണ്ടായിരിക്കണം. എത്രയും പെട്ടെന്ന് സൗഖ്യപ്പെട്ട് ഭവനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. 2024 എൻ്റെ ജീവിത പാതി എൻ്റെ കർത്താവിൻ്റെ കയ്യിലാണ്. 2025 എൻ്റെ കർത്താവിൻ്റെ ഗീതം എന്നിൽ നിറവേറാനായി എല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും നിത്യം പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല വാഴ്ത്തപ്പെട്ട പിതാവേ, ഇന്നുപോലെ കാലം ജിന് പറഞ്ഞതുപോലെ നാളെ അഡ്മിറ്റ് ചെയ്ത് മിഷൻ ഹോസ്പിറ്റലിൽ ആമേൻ 10-ാം തീയതി ഒരു ഓപ്പറേഷൻ ഉണ്ട്, തൻ്റെ യൂട്ടസ് റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നല്ലോ. ആ മൂത്രസഞ്ചി ആമേൻ അതിൻ്റെ ബ്ലാഡർ അതിൻ്റെതായ തവേ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രയാസവും ആമേൻ ഓപ്പറേഷനിലെ ആമേൻ മറ്റ് പ്രയാസങ്ങളൊന്നും അനർത്ഥമായി വെളിപ്പെടാതെ കർത്താവിൻ്റെ ദൃശ്യമായ ആമേൻ കരം കൂടിയിരുന്ന് ആമേൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വളരെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ കൊടുക്കണമേ. പ്രിയ ജിനതയെ ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ദൈവസ്വയായി ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
എത്രയും പെട്ടെന്ന് ആമേൻ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് സൗഖ്യത്തോടെ അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടുന്ന വലിയ ദൈവകൃപ നിന്റെ മകളുടെ മേൽ കർത്താവ് പകരണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ട് പ്രവർത്തനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സൗന്ദര്യ വാക്ക് സാക്ഷീകരിക്കാമോ ബ്രദർ? പേരൊന്ന് പറഞ്ഞാട്ടെ, മുമ്പോട്ട് വന്നാട്ടെ, മുമ്പോട്ട് വന്നാട്ടെ. ഹലോ, ഞാൻ ഗാബ്രിയലാണോ? ഞാൻ ശരിക്കും മലയാളിയിലെ ഒറീസക്കാരനാണ്. ഞാനിവിടെ പാവാർട്ടിയിൽ താമസിക്കുക. അപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു പെന്റിക്കോസ്റ്റൽ ചർച്ച്. അതിലെ ലൊക്കേഷൻ കണ്ടിട്ട് വന്നത്. ഞാൻ ശരിക്കും ഒരു പ്രാർത്ഥനാ കേന്ദ്രം നോക്കിയായിരുന്നു. ശരിക്കും മലയാളം എനിക്ക് അറിയില്ല, ചെറുതായിട്ട് അറിയാം, പറയാൻ പറ്റില്ല. ഹിന്ദിയിൽ പറഞ്ഞാൽ ഇവിടെ മലയാളത്തിൽ പറയും. ഹിന്ദിയിൽ ഇങ്ങോട്ട് വന്നല്ലേ, ഒന്ന് പറഞ്ഞാലേ. ഹിന്ദി പറഞ്ഞോ? ഹിന്ദിയിൽ മൈക്ക് കൊടുക്കുക. ഹിന്ദിയിൽ പറഞ്ഞോ? സാക്ഷ്യം പറഞ്ഞോ? ആള് മലയാളത്തിൽ പറയും. हेलो, स्तोत्रम। मैं गाब्रियल सनसेट हूँ। मेरा नाम गाब्रियल है। ഗബ്രിയേൽ, ഇദ്ദേഹത്തിന്റെ പേര് ഗബ്രിയേൽ ആകുന്നു. मैं उड़ीसा का रहने वाला हूँ। ഒറീസയിലുള്ള ആളാണ്. मैं यहाँ पे पावर्टी में काफ़ी साल से काम कर रहा हूँ। പവർ ടൂല് കുറെ കാലങ്ങളായിട്ട് ജോലി. എന്താണ് പവർ ടൂ? പാവർട്ടിയിൽ കുറെ കാലമായിട്ട് ജോലി ചെയ്യുന്നു. यहाँ आपका गांव वाला ये पाउलोस को जानते होंगे, पोगाइला तड़पू। പുകയില്ലാത്ത അടുപ്പ് ചെയ്യുന്ന ഒരാളാണ് പൗലോസ് ഏട്ടൻ ഇവിടുത്തെ. അറിയാം. उनके बेटे लीजो के साथ मैं काम कर रहा हूँ। ലിജോയുടെ കൂടെ, അയാളുടെ മകൻ ലിജോന്റെ കൂടെ ജോലി ചെയ്യുന്നു. 3-4 साल गांव में रह गया था मैं। 4-5 കൊല്ലം നാട്ടില് അവിടെ ആയിപ്പോയി, വന്നിട്ടില്ല. അപ്പൊ വന്നതാണ് പുതിയതായിട്ട്. उधर एक छोटा मोटा बिजनेस कर रहा था, वो फ्लॉप हो गया, उसमें काफी सारा पैसा डूब गया। അവിടെ പോയി 4 കൊല്ലം ബിസിനസ് ചെയ്തു, അതെല്ലാം നാശകോശമായി. ഇപ്പോൾ തിരിച്ചിവിടെ വന്നിട്ടുണ്ട്. बोलो। वे प्रार्थना में है हम वापस हो जाए, प्रभु हमको बचाए। हम प्रभु को ढूंढ रहे हैं और ढूंढते ढूंढते यहाँ तक पहुँचे हैं। ആ ഒരു ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അന്വേഷിച്ച് ദൈവത്തെ കണ്ടുമുട്ടിയിട്ട് അതിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്നെ ദൈവം കൊണ്ടെത്തിച്ചു. हम काफ़ी ढूंढ रहे हैं, बाहर भी ढूंढ रहे हैं, अंदर भी ढूंढ रहे हैं, मोबाइल में भी ढूंढ रहे हैं प्रभु को। प्रभु हमको बचाए और हम यहाँ तक पहुँचे हैं। അതുപോലെ തന്നെ അവൻ കുറേ അന്വേഷിച്ചു, മൊബൈലിൽ അന്വേഷിച്ചു, നാട്ടുകാരോട് അന്വേഷിച്ചു, പലരോടത്തും അന്വേഷിച്ചു. അവസാനം ഇന്ന് ഇവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാര്യം प्रभु हमको बचा सकते हैं, हमारा ये विश्वास है, यकीन है। പ്രഭു ദൈവം എന്നെ രക്ഷപ്പെടുത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഇപ്പോൾ ആളുള്ളത്. आमीन। काफी टाइम हो गया, ज्यादा बताएंगे नहीं, हम तो बार बार आएंगे अब से। ഇടയ്ക്കിടയ്ക്ക് ഇനി വരും ഇങ്ങോട്ട്. बार बार नहीं, हर हफ्ते आओ। हाँ, हर हम जो बोल रहे हैं आप वही बता दीजिए। काफी टाइम हो गया, बहुत टाइम हो गया चर्च, हम ज्यादा बोलेंगे नहीं। കൂടുതൽ സംസാരിക്കില്ല. കുറേ क्या बोला आपने? चर्च का बहुत टाइम हो गया है और हम ज्यादा बोलेंगे तो और भी टाइम बढ़ जाएगा। സമയം കൂടുതൽ ചെലവഴിയും, കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. हम हर हफ्ते इधर आएंगे प्रार्थना के लिए। हमको ये पहचान हो गया, हमको यहाँ का पता मिल गया। ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി, ഇവിടുത്തെ വഴി മനസ്സിലായി. ഇനി എല്ലാ ആഴ്ചയിലും ഇവിടെ വരും എന്നാണ് പറയുന്നത്. ആമേൻ. ധന്യവാദം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസ്ഥാനത്തിൽ കർത്താവിൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഞാനിന്ന് തമിഴ് ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ഹിന്ദി ബൈബിളാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഹിന്ദി ബൈബിൾ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ പിന്നെ നോക്കി തമിഴാണോ ഹിന്ദിയാണോ. അപ്പോൾ എന്തായാലും ഹിന്ദിക്കാരൻ തൊട്ട് പുറകെ വന്നു, നേരത്തെ ചോദിച്ചില്ല. ഹിന്ദി ബൈബിളൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹിന്ദി തമിഴ് ബൈബിളൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ്. ആമേൻ. പല ഭാഷയിലുള്ള ആളുകൾ നമ്മുടെ ദൈവസഭയിൽ കടന്നു വന്ന് ഇനിയും ആരാധിക്കണം. ഞാൻ വളരെ ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട്. ഹിന്ദിയുള്ള ആരാധനയ്ക്ക് ഉള്ള ആളുകൾ എഴുന്നേറ്റ് വന്ന് ദൈവത്തെ ആരാധിക്കാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന്. എന്തായാലും ദൈവകൃപയാൽ ഇന്ന് പലക്കാലം കർത്താവ് കൊണ്ടുവന്നല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടതിൻ്റെ പേര് പറഞ്ഞ് നാം ഗബ്രിയേൽ. സ്തോത്രം. ഒരു ഗബ്രിയേൽ. പ്രൈസ് ദി ലോർഡ്. പലക്കാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സമയമായി. അമേൻ. ഒന്ന് എഴുന്നേറ്റ് നിന്നട്ടെ. സ്തോത്രം. മുമ്പോട്ട് വന്ന് ഞങ്ങളൊരു അമേൻ ഓർത്ത് പ്രാർത്ഥിക്കാം. മുമ്പോട്ട് വന്നാട്ടെ. ചലോ എല്ലാ ദൈവമക്കളും ഒന്ന് കൈ നീട്ടിയാട്ടെ. സ്തോത്രം. ഗബ്രിയേലിനെ ഓർത്ത് തന്നെ ഒറീസയുടെ പ്രദേശത്ത് നിന്ന് ഇവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഈ പുകയില്ലാത്ത അടുപ്പിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ ഇവിടെ 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. തൻ്റെ മകൻ്റെ കൂടെയാണ് താൻ ജോലി ചെയ്യുന്നത്.
ആ ജോലി ചെയ്യുന്ന സമയത്ത് താനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആമേൻ സത്യാരാധന ആമേൻ താൻ എവിടെയാണെന്ന് മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാനും ഇടയായി തീർന്നു. നമ്മുടെ മതി കടന്നു വന്ന് ഗബ്രിയേലിനെ ആരാധനയ്ക്ക് സംബന്ധിക്കുവാൻ ദൈവം കൃപ കൊടുത്തു. തുടർന്ന് നാളുകളിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പം ദൈവം ആക്കട്ടെ, തൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവസങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനും നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ നല്ല വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഗബ്രിയേലിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊണ്ടുവന്നല്ലോ തൻ്റെ മകൻ ഈ ദേശത്ത് എത്ര കാലമായിരിക്കുന്നുവോ കർത്താവിനെ കൂടുതലായി അറിഞ്ഞ് ഗ്രഹിച്ച് മനസ്സിലാക്കി അനേകരെ സത്യത്തിലേക്ക് നടത്തുവാൻ ദൈവം പ്രിയദാസനെ കൃപ കൊടുക്കണമേ. നന്മകളാലും അനുഗ്രഹം നിറയ്ക്കണമേ. ഒരു ദിവസങ്ങളിലൊക്കെയും കൂട്ടിവരുത്തി പ്രാർത്ഥിച്ച് മുന്നേറുവാൻ ദൈവം ഇടയാക്കണമേ. യേശുവിൻ അൻപുള്ള നാമത്തിൽ നിൽക്കണമേ. സ്വർഗീയ നല്ല പിതാവേ. ആം. എല്ലാ ദൈവവും എഴുന്നേറ്റ് നിന്നായിട്ട് നമ്മളൊരു പാട്ടിൻ്റെ നാളൊരു പാടി നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ദിവസം എല്ലാ ദൈവമക്കളും സ്വസ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നിട്ട് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മുടെ കൈകളെ ഉയർത്തിയും കൈകളെ വീശിക്ക് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയും. ഒരുമിച്ച് ആത്മാവിൽ നമുക്ക് ബലപ്പെടാം കർത്താവിനെ. ആമേൻ ഹല്ലേലൂയ ചേർന്ന് പാടി ആരാധിക്കാം. Praise the Lord. Hallelujah. ചേർന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തി, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ, ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തി, കാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ, ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാതാളതുവാരും. വ്യാകുലയായവളെ പ്രാവേ ഭാഗയാണിവിടെ, കുതൂഹലമോട് നീ പാടിയിടും വേഗം. താമസമില്ല തിരുസഭയെ കാലം തീരാറായി, ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം തേജസ്സിൽ. അരികളെടുത്തതിനാലേറ്റ ക്ഷീണിച്ചോ പ്രാവേ, വിരുദു ലഭിച്ചവരന്നാളിൽ ചൂടും പൊന്മുടിയെ. താമസമില്ല തിരുസഭയെ കാലം തീരാറായി, ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം തേജസ്സിൽ. അരികളെടുത്തതിനാലേറ്റ ക്ഷീണിച്ചോ പ്രാവേ, വിരുദു ലഭിച്ചവരന്നാളിൽ ചൂടും പൊന്മുടിയെ. പലവിധ മൂഢർ കടിമകളായി പാർക്കും പ്രാവേ, വരുമേ നിന്നുടെ പ്രിയകാന്തൻ ഖേദം തീർപ്പാനായി. ക്രൂരജനത്തിൻ നടുവിൽ നീ പാർക്കുന്നോ പ്രാവേ, ദൂതഗണങ്ങൾ ഒരു നാളിൽ പൂജിക്കും നിന്നെ. പലവിധ മൂഢർ കടിമകളായി പാർക്കും പ്രാവേ, വരുമേ നിന്നുടെ പ്രിയകാന്തൻ ഖേദം തീർപ്പാനായി. ക്രൂരജനത്തിൻ നടുവിൽ നീ പാർക്കുന്നോ പ്രാവേ, ദൂതഗണങ്ങൾ ഒരു നാളിൽ പൂജിക്കും നിന്നെ. കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ, പ്രതിഫലമേറ്റം പെരുകിടും പാദവാസികളെ. പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ, മശിഹാരാജൻ നിൻ കൂടെ ബോട്ടിൽ ഉണ്ടല്ലോ. കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ, പ്രതിഫലമേറ്റം പെരുകിടും ഭാഗവാസികളെ. പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ, മശിഹാരാജൻ നിൻ കൂടെ ബോട്ടിൽ ഉണ്ടല്ലോ. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താൽ അതു ഭാഗ്യം. വ്യാകുലയായവളെ പ്രാവേ ഭാഗയാണിവിടെ, കുതൂഹലമോടൊരു നീ പാടിയിടും വേഗം. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താൽ അതു ഭാഗ്യം. വ്യാകുലയായവളെ പ്രാവേ ഭാഗയാണിവിടെ, കുതൂഹലമോടൊരു നാളിൽ നീ പാടിയിടും വേഗം.
താമസമില്ല തിരുസഭയെ കാലം തീരാറായി ക്രൂശിൽ മരിച്ചവരെ വേഗം കാണാം തേജസ്സിൽ അരികതിർത്തതിനാലേറ്റ ക്ഷീണിച്ചോ പ്രാവേ വിരുദ്ധ ലഭിച്ചവരന്നാളിൽ ചൂടും പൊന്മുടിയെ താമസമില്ല തിരുസഭയെ കാലം തീരാറായി ക്രൂശിൽ മരിച്ചവരെ വേഗം കാണാം തേജസ്സിൽ അരികതിർത്തതിനാലേറ്റ ക്ഷീണിച്ചോ പ്രാവേ വിരുദ്ധ ലഭിച്ചവരന്നാളിൽ ചൂടും പൊന്മുടിയെ കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ പ്രതിഫലമേറ്റം പെരുകിടും ഭാഗവാസികളെ പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ മശിഹാരാജൻ നിൻ കൂടെ ബോട്ടിൽ ഉണ്ടല്ലോ കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ പ്രതിഫലമേറ്റം പെരുകിടും ഭാഗവാസികളെ പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ മശിഹാരാജൻ നിൻ കൂടെ ബോട്ടിൽ ഉണ്ടല്ലോ കാഹളനാദം കേൾക്കാറായി കുഞ്ഞാടിൻ കാന്തേ വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ ആയാറിൽ നീ കണ്ടിടൂ ദൂതസേനകളെ അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ ആയാറിൽ നീ കണ്ടിടൂ ദൂതസേനകളെ അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മളോട് മത്സര സൗകര്യം പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ സൺഡേ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം ലഭിക്കാതെ പോയി. പ്രത്യേകാൽ അവർ ഇന്ന് പകൽക്കാലം പറയയായി തീർന്ന ഒരു പ്രത്യേകാൽ വിഷയം തൻ്റെ 3 മക്കളെ ഓർത്ത് പ്രത്യേകാൽ പ്രാർത്ഥിക്കണം. 3 ഭവനത്തിലും ചില പ്രയാസങ്ങൾ കൂടിയും കടന്നു പോയതാണ്. മൂത്ത മകളുടെ ഒരു മകള് ബ്ലഡ് ക്യാൻസറിനാൽ മരണപ്പെടുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ മകളുടെ മകൻ സ്തോത്രം ആ പ്രയാസമോടെ ഭവനത്തിലുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒരു മകനുണ്ട്. മകൻ്റെ ഭാര്യ ഒരു ബ്രസ്റ്റ് ക്യാൻസറിനാൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയായിത്തീർന്നു. 3-ാമത്തെ മകളുടെ ഭർത്താവ് ക്യാൻസറിനാൽ ഭാരപ്പെട്ട് നാളുകളായി ഭവനത്തിലായിരിക്കുന്നു. പക്ഷേ തൻ്റെ ആ മരുമകൻ്റെ സഹോദരിമാർ വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ കുടുംബം പുഴുവെച്ച് നശിച്ചു പോകുമെന്ന് വന്ന് പറയുന്ന വാക്കുകളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ ഭാരം ഉണ്ടായി. ഞാൻ പറയേണ്ടതായി തീർന്നോ, ആരെല്ലാം പറഞ്ഞാലും നമ്മളെല്ലാം ചതിലും പുഴുവൊക്കെ വെച്ച് പോകേണ്ടവർ തന്നെയാണ്, അല്ലേ? സ്തോത്രം. അതുകൊണ്ട് അതൊന്നും ഭാരപ്പെടേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് സഭയായി പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു വ്യക്തി പറഞ്ഞുകൊണ്ടൊന്നും ആരും പുഴു വെച്ച് എന്തില്ല പോകുമോ? ഇല്ല. അപ്പോൾ ഭാരം ഉണ്ടായി. നമ്മൾ ഒരുമിച്ച് ആ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഭാരം മാറിപ്പോകണം. കാരണം ഇത് പറയുന്ന ദിവസങ്ങളൊക്കെ അവർക്ക് ഒത്തിരി പ്രയാസങ്ങളിലൂടെ ആ വീട്ടിലെ പലരും പോയപ്പോൾ അവർക്ക് എന്ത് ചെയ്തു, അത് ഇങ്ങനെ അവർ പറഞ്ഞത് കൊണ്ടാണോ എന്ന് ചിന്തിക്കാതെയായി തീർന്നു. പക്ഷേ വേദവസം പറയുന്നു, കാരണം കൂടാതെ എന്ത് ചെയ്യത്തില്ല, ഒരു ശാപവും പറ്റത്തില്ല. നമുക്ക് ഒരുമിച്ച് ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയമക്കളും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. വത്സകളുടെ കാരാനി കടന്നു വരുന്ന വിധവയാണ്. അവിടെ തലമുറകൾ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. എന്തെല്ലാം അനർത്ഥങ്ങൾ കടന്നു വന്നാലും നീക്കുപോക്ക് സർവശക്തനായ ദൈവം നൽകുകയായി തീരും. ഈ സ്തോത്ര വഴിപാട് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹവാനും നിത്യനും പരിശുദ്ധനുമായി ഞങ്ങൾ സ്വർഗസ്ഥ നല്ല വാഴ്ത്തപ്പെട്ട പിതാവേ, പകൽക്കാലം പ്രത്യേക വത്സര സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ 3 മക്കളെയും അവരുടെ ഭവനത്തുള്ളവരെയും ശേഷിപ്പുള്ളവരെ കർത്താവ് കാത്തുകൊള്ളണമേ. ദൈവത്തിലേക്ക് ആ കുടുംബങ്ങളൊക്കെയും കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. മൂത്ത മകൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ചില പ്രയാസങ്ങളും അനർത്ഥങ്ങളും കടന്നു വന്നെങ്കിലും കർത്താവ് നിലനിർത്തി അങ്ങയുടെ സാക്ഷിയായി നിർത്തിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. മറ്റു മക്കളും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കട്ടെ. കാരണം കൂടാതെ ഒരു ശാപവും പറ്റുകയില്ല. എല്ലാ ശാപങ്ങളും അതിൻ്റെ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്ത ഈ ദിവസങ്ങളിൽ താൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുമ്പോൾ വലിയ വിടുതലുകൾ ദൈവം കൽപ്പിക്കണമേ. നാളെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുന്ന ജനതയെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വലിയ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കണമേ. അന്നമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യത്തിലേക്കും ആരോഗ്യത്തിലേക്കും
ദൈവം നടത്തണമേ. ഇതുപോലെ കാലം ഞങ്ങളുടെ മുൻപിൽ ആമേൻ പ്രാർത്ഥനാ വിഷയമായി പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ കാലം ഗബ്രിയേലിനെ കർത്താവ് കൂട്ടിവരുത്തിയല്ലോ, അതുപോലെ പ്രിയ സഹോദരനെയും കർത്താവ് കൊണ്ടുവന്നല്ലോ. ഇതൊക്കെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഉപവാസ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹപ്രദമായി നടക്കുവാൻ ദൈവടയാക്കണമേ. കർത്താവിൻ്റെ വേലയും അർപ്പിച്ചിരിക്കുന്ന സ്തോത്രപാടനായി സ്തോത്രം. 30, 60, 100 വിളവ് നന്മ അനുഗ്രഹം കർത്താവ് തൻ്റെ മക്കൾക്ക് കൊടുക്കണമേ. നന്മകളാലും അനുഗ്രഹത്തെ നിറയ്ക്കണമേ. പ്രാർത്ഥനയും ആചരണഘടനായി സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സംസാരം കൂട്ടായ്മ നാം പ്രാർത്ഥിച്ചാൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവരുണ്ടായിരിക്കുമാറാകട്ടെ. ജയം എന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അതുപോലെ മേരി സൗകര്യ പരിയാൽ ഭാരപ്പെടുന്നു. പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഇഷ്ടം.